പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്നും കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ? നിങ്ങൾക്കും പറയണ്ടേ? വിളിക്കൂ ന്യൂസ് 18 പൊതുവേദിയിലേക്ക്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അകത്തളപ്പോര് മുറുകുകയാണ്. ആലുവയിൽ സതീശൻ നയിക്കും എന്ന ഹോർഡിംഗ് ഉയർന്നു കഴിഞ്ഞു. കേരളത്തിൻ്റെ വികസനത്തിനുള്ള ചർച്ച തുടങ്ങാനുള്ള ആഹ്വാനം ചെയ്ത് കേരള യാത്ര എന്ന പേരിൽ ചെന്നിത്തലയുടെ പോഡ്കാസ്റ്റ് ഇതിനകം പുറത്തു വന്നു. എൻ്റെ സ്വപ്നത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന തലക്കെട്ടോടെ അജയ് തറയിലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് KC വേണുഗോപാലിന് വേണ്ടിയാണ് എന്നാണ് വ്യക്തമാകുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പോലും വന്നിട്ടില്ല. അതിനു മുൻപാണ് അധികാരത്തിൻ്റെ കസേരയെ ചുറ്റിപ്പറ്റിയുള്ള പോരാട്ടം സജീവമാകുന്നത്. ഇത് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടയാളമാണോ? അല്ലെങ്കിൽ വിജയത്തിന് മുൻപേ തന്നെ പാർട്ടിക്കുള്ളിലെ അധികാര മത്സരം നിയന്ത്രണം വിട്ടു എന്നതിൻ്റെ സൂചനയാണോ? മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ഈ ചർച്ചകൾ അവസാനിപ്പിക്കണം എന്ന സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കർശന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. KPCC പ്രസിഡന്റിൻ്റെ നിർദ്ദേശം ലംഘിച്ച് പരസ്യ പ്രസ്താവനകൾ നടത്തരുത് എന്നാണ് മുന്നറിയിപ്പ്. ഈ നിർദ്ദേശം അനുകൂലികൾ പാലിക്കുമോ? നോക്കാം. ഇന്നത്തെ ഈ വിഷയം ഇലക്ഷൻ നമുക്ക് പൊതുവേദിയിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. വളരെ ശക്തമായ ഒരു കർശന നിർദ്ദേശമാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ഈ പരസ്യ പ്രസ്താവന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. പരസ്യ പ്രസ്താവനയ്ക്ക് വളരെ കൃത്യമായ ഒരു നിയന്ത്രണം ഉണ്ടാകണം. അതിനെതിരെ ആരെങ്കിലും നിലപാടെടുത്താൽ അത് കർശന നടപടി ഉണ്ടാകും എന്ന വിവരമാണ് അദ്ദേഹം നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് അംഗീകരിക്കാൻ ആളുകൾ തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. എന്നോടൊപ്പം ഉമേഷ് ചേരുന്നു കോഴിക്കോട് നിന്ന്. ശ്രീ ഉമേഷ്, നമസ്കാരം. ശ്രീ ഉമേഷിനെ പോലുള്ളവരൊക്കെ കോൺഗ്രസ് നേതൃത്വം അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷിച്ചവരാണ്. ആ ആത്മവിശ്വാസമാണോ ഇപ്പം മുഖ്യമന്ത്രികളുടെ തസ്തിക എന്ന പേരിൽ പല ഇടങ്ങളിൽ ഈ ഹോർഡിങ്ങുകൾ ഉയർന്നു പൊങ്ങുന്നത്? അല്ല, പാർട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്. ആ പാർട്ടി തീരുമാനത്തിനനുസരിച്ചാണല്ലോ ഇതിന്റെ ഒരു ഇത് വരിക. അല്ലാതെ ഇപ്പം KC വേണുഗോപാലും മറ്റേ VD സതീശൻ സാറോ അല്ലെങ്കിൽ മറ്റേ രമേശ് ചെന്നിത്തല സാറോ ഒന്നും പറയുന്നില്ലല്ലോ ഞാൻ മുഖ്യമന്ത്രിയാവും. ഹോർഡിങ്ങുകളൊക്കെ എന്തിന്റെ ഒരു സൂചനയാണ് ഉമേഷ്? ഈ കണ്ടില്ലേ? അല്ല, ഞാൻ പറഞ്ഞ മനസ്സറിയ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പിന്നെ നമ്മൾ കോൺഗ്രസിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം കൂടുതലായിട്ടുള്ള ഒരു പാർട്ടിയാണ് നമ്മളെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. അതിൽ ചില അനുമാനങ്ങൾ ഉണ്ടാവും. ഇന്നാള് വരട്ടെ അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അത് ഇങ്ങനെ വരുന്നതിനെ കുറിച്ച് ഇത് നിങ്ങൾ മീഡിയ ഇങ്ങനെ പറയുന്നതല്ലാതെ ഇത് സത്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നില്ലല്ലോ. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമല്ലേ ഇപ്പൊ ഒരു പ്രതീക്ഷയുള്ളൂ. ഈ പ്രതീക്ഷയിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ അങ്ങനെയാണ് കോൺഗ്രസ്സുകാർ ഭയങ്കര പ്രതീക്ഷയില്ല, കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രി കടിയെന്നല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാർ ആക്ഷേപിക്കലാണ് സത്യത്തില്. ഇതൊക്കെ കഴിഞ്ഞ ഞാനൊന്ന് പറഞ്ഞത് ഈ മുഖ്യമന്ത്രി കോൺഗ്രസ് അല്ല, ഇത് ഇപ്പൊ ഘടകകക്ഷികൾ തന്നെ പലരും പറയുന്നുണ്ട്. ഇപ്പൊ ലീഗിന്റെ നേതാക്കൾ പറയുന്നു ഇത് നല്ലതിനല്ല, സ്ഥാനം കിട്ടി ജനങ്ങൾ നമ്മളെ നല്ലതിനല്ല. ഇത് ഒരു നല്ല പ്രവണതയല്ല. ഇത് സത്യത്തിൽ നമ്മളെ പാർട്ടിക്കാണ് മോശം. ഇത് ഞാൻ പറഞ്ഞല്ലേ നമ്മളെ പാർട്ടി മാധ്യമങ്ങൾ പറയുന്നത് ഇപ്പൊ അങ്ങനെ പറയുന്നത് പാർട്ടിക്ക് അല്ല അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ ഇത് ഇങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ട് പാർട്ടിക്ക് മോശം തന്നെയാണ്, പാർട്ടിക്ക് മോശമാണെന്നാണ് പറയാം. പക്ഷെ ഇത് കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമുള്ള ഒരു പ്രവണതയാന്ന് പറഞ്ഞേക്കരുത്. എന്തുകൊണ്ടാണെന്നറിയാം? ഏതായാലും ഇത് വലിയ ആത്മവിശ്വാസം ഉണ്ടല്ലേ കോൺഗ്രസിന് ജയിക്കും എന്നുള്ള കാര്യത്തിൽ? വലിയ ഭൂരിപക്ഷത്തോടെ അധികാരം അതിന്റെ ചില തുറങ്ങളായി ഇതിനെ കണ്ടാൽ മതി അല്ലേ?
അതെ, ഇപ്പൊ വലിയ പ്രതീക്ഷ എന്തായാലും ഉണ്ട്. കോൺഗ്രസിന് നല്ലൊരു പ്രതീക്ഷയുണ്ട്, UDF നല്ലൊരു പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസുകാർ മാത്രമേ ഈ തല്ലൂടുന്ന പോലത്തെ പ്രവണത ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. മുമ്പ് തലശ്ശേരിയിൽ നിന്ന് മമ്മു മാഷ് വിജയിച്ചിട്ട് ആരോഗ്യ കാരണത്താൽ മാറി നിന്ന് ഞാൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു, EK നായർ. എന്നിട്ട് LDF ഭരണം കിട്ടിയ സമയത്ത് തലശ്ശേരിയിൽ വിജയിച്ച മമ്മു മാഷെ രാജിവെപ്പിച്ച് മാറ്റി നിർത്തിയിട്ടാണ് EK നായർ രണ്ടാമത് വന്ന് ജീവൻ ടോൺ കഴിച്ച പോലെ വന്ന് രണ്ടാമത് മത്സരിച്ചിട്ട് ജയിച്ച് മുഖ്യമന്ത്രി ആയത്. ഇതൊന്നും ഇവിടെയുള്ള ചരിത്രമാണ്, അത് കളവല്ലല്ലോ. പക്ഷെ ഇത് കോൺഗ്രസ് മാത്രം ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യമാണ്. അപ്പോൾ എന്നോടൊപ്പം ടീച്ചർ ചേർന്നുണ്ട്, മിനി ടീച്ചർ മാവേലിക്കരയിൽ നിന്നാണ്. ടീച്ചർ ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ടീച്ചറുമായി സംസാരിച്ചിട്ട് കുറേ ദിവസമായി. ഞാൻ വിളിക്കാറുണ്ട് സാറേ, കിട്ടാറില്ലല്ലോ. കിട്ടുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ മെസ്സേജ് ഇടാറുണ്ട്, സാറ് വായിക്കുന്ന ഞാൻ കേൾക്കും. അതെ, മെസ്സേജ് ഞാൻ കണ്ടാൽ അപ്പം തന്നെ വായിക്കാം, എനിക്ക് കാണുമ്പോൾ അറിയാം. അപ്പോൾ ടീച്ചറും പരിപാടി കാണുന്നു എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷവും തോന്നും. അനഘ വിളിക്കുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ കുറച്ചൊക്കെ നമ്മൾ ഇനി യുവാക്കൾക്ക് വഴിമാറുക എന്നുള്ള ഒരു നിലപാടാണ് വീട്ടിൽ, അല്ലേ? അതെ. എനിക്ക് സാറ് സുഖമായിട്ടിരിക്കുന്നല്ലോ. അതെ, സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു വന്നത്, ഈ മുഖ്യമന്ത്രി ആരാകും എന്നതിനെ ചൊല്ലിയുള്ള ഒരു തർക്കം കേരളത്തിൽ നടക്കുന്നുണ്ടോ? എന്താണ് അത് സംബന്ധിച്ച് ടീച്ചർക്ക് തോന്നുന്നത്? ഇത് സുഗമമായൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ജയിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ UDF ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് കഴിയുമോ? അവർ ജയിക്കുമോ? എന്താ ടീച്ചർക്ക് തോന്നുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ സാറേ. ഇപ്പൊ എല്ലാ കക്ഷികളും അവര് LDF-ഉം പറയുന്നുണ്ട്, UDF-ഉം പറയുന്നുണ്ട്. പക്ഷെ ഈ ആവശ്യമില്ലാത്ത ഇപ്പോഴേ ഇങ്ങനത്തെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവല്ലേ VD സതീശന്റെ ഫ്ലെക്സ്, അങ്ങനെയൊക്കെ അതിലോട്ടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല സാറേ. റിസൾട്ടിന് മുമ്പ് തന്നെ ഒരു അനൗൺസ്മെന്റിന്റെ ഒക്കെ ആവശ്യകതയുണ്ടോ? ഒരു പോരായിട്ടല്ലേ നമ്മളതിനെ കണക്കാക്കണ്ടേ? അവരുടെ അകത്ത് തന്നെ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളായിട്ടേ നമുക്ക് അതിനെ വിലയിരുത്താൻ പറ്റത്തുള്ളൂ. അധികാരം കിട്ടിക്കഴിഞ്ഞാല് എത്ര പേർക്ക് ഇതിനകത്ത് ഇതാകും. ഇപ്പൊ തന്നെ രമേശ് ചെന്നിത്തല, പിന്നെ അദ്ദേഹത്തിന് ടീച്ചറുടെ അഭിപ്രായം വ്യക്തമാണ്, കൃത്യമാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. പീതാംബരൻ എന്നോടൊപ്പം ചേരുന്നു. അതിനു മുമ്പ് നിസാമുദ്ദീൻ എന്നോടൊപ്പം ചേരുന്നു, കൊല്ലത്ത് നിന്നാണ്. നിസാമുദ്ദീൻ, ഹലോ, നമസ്കാരം. നമസ്കാരം സാർ. നിസാമുദ്ദീൻ, ഇത് തർക്കമാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഇതിപ്പോൾ വേറൊരു പ്രേക്ഷകൻ എന്നോട് പറഞ്ഞത് കോൺഗ്രസ് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയാണ്, ആളുകൾക്ക് അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയാം, അച്ചടക്കത്തിൻ്റെ ഒരു കൂച്ചുവിലക്കില്ല, കോൺഗ്രസ്സിന് കുറെ കൂടി ഒരു ഫ്രീഡം, ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉള്ള പാർട്ടിയാണ്. അതിൻ്റെ ഒരു ലക്ഷണമായി ഇതിനെ കണ്ടാൽ മതിയോ? അതോ ഇത് വരാനിരിക്കുന്ന വലിയ പോരിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണോ ശ്രീനിസാമുദ്ദീൻ? സാറേ, ഈ ഇവരെന്തോ VD സതീശനും രമേശ് ചെന്നിത്തലയും പിന്നെ എന്തോ KC വേണു, അവരെ കൊണ്ടൊന്നും വിഷയമില്ലല്ലോ സാറേ. അവരെ കൊണ്ടൊന്നും ഒരു വിഷയമില്ല. ഇതിന്റെ അണികളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, അതായത് നമ്മള് സുധാരന്റെ ഒരു കളിയാണ് ഇത് കളിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഈ ഇലക്ഷനിൽ നിൽക്കാൻ സമ്മതിക്കാത്ത അതിന്റെ വേലയാണ് ഈ പുള്ളിക്കന്റെ കളിക്കുന്നത്. അല്ലാതെ എവര് തമ്മിൽ കിടന്നുള്ള ഒരു പ്രശ്നവും ഇല്ല. അവര് അല്ല ഇത് ജയിച്ചു വരുമ്പോൾ അത് അവിടുന്ന് പിന്നെ കേന്ദ്രത്തിനുള്ള സപ്പോർട്ട് വരും. ആരാണ് മുഖ്യമന്ത്രി? ഇതിനകത്ത് മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ VD സതീശൻ തന്നെ. പറഞ്ഞാൽ അദ്ദേഹമാണോ ഈ ഇത്രയും കളത്തിൽ ഇറങ്ങി കളിച്ചിട്ടുള്ള ആള്. പക്ഷെ സീനിയറായ ആള് രമേശ് ചെന്നിത്തലയല്ലേ? ആന്നോ അല്ലെന്നല്ല, ഇപ്പോഴത്തെ ഈ പിന്നെ കോൺഗ്രസിനെ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഈ VD സതീശനാണ്. പക്ഷെ AICC KC വേണുഗോപാലിനുമാണ്, അതാണ് പ്രശ്നം. അതല്ല സാറേ, അദ്ദേഹം പറഞ്ഞ പിന്നെ ഈ MP-മാർ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു വിട്ട കക്ഷിയാണ്. അദ്ദേഹം കളിക്കുന്ന വേറെ രീതിയിലാണ്. അതെ. അപ്പൊ ഏതായാലും അങ്ങ് വിചാരിക്കുന്നത് ഇവരെ ജയിക്കുമെന്നാണ്? എന്താണ് വിചാരിക്കുന്നത്? കോൺഗ്രസ് വരുവാണ് വിശ്വാസം. നീ പിന്നെ ജനങ്ങളെ കയ്യിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് 4-ാം തീയതി അറിയാതെ പറ്റും. ഓക്കെ, അപ്പൊ നോക്കാം 4-ാം തീയതി. അപ്പൊ എന്നോടൊപ്പം പീതാംബരൻ കൂടി ചേരുന്നുണ്ട് പള്ളുരുത്തിൽ നിന്ന്. ശ്രീ പീതാംബരൻ. ഹലോ. ഹലോ. കേൾക്കാമോ?
കോൺഗ്രസിന്റെ ഈ ഒരു കളി എന്ന് പറയുന്നത് ബുദ്ധിപൂർവ്വമുള്ള കളിയാണ്. കാരണം ഒരു ഇന്റർനാഷണൽ പാർട്ടിയാണ് കോൺഗ്രസ്. അത് ഇപ്പോഴും തലേ വടക്കോട്ടെ തകർന്നുകൊണ്ട് വരുന്നു. ഇവിടെ കേരളത്തിലും വൻ ഭൂരിപക്ഷത്തോടുകൂടി LDF അധികാരത്തിൽ വരുമെന്നുള്ള എന്താ സംശയമുള്ളത്? അപ്പൊ അതിനു മുമ്പ് ഒരു കളിയാണിത്. കാരണം ഈ ഒരു പേര് പറഞ്ഞുകൊണ്ട് ആ തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ കമ്മിറ്റിയായിരുന്നു. അത് മുമ്പും ഇതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ജാളിത വളർത്താൻ വേണ്ടി ഒരു കളിയാണ് ഈ കാണിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ കോൺഗ്രസ് ജയിക്കാനും പോണില്ല, LDF ഇവിടെ അധികാരത്തിൽ വരികയും ചെയ്യും. ശരി, അതാണ് ആ ഒരു കാര്യം. ഓക്കെ, വ്യക്തമാണ്, അങ്ങയുടെ നിലപാട് വ്യക്തമാണ്. അപ്പോൾ ഷിജു എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. ഓൾ 3 ആർ എലിജിബിൾ ബട്ട് ഐ പേഴ്സണലി പ്രിഫർ രമേശ് ചെന്നിത്തല. ഓക്കെ, ഷിജുവിൻ്റെ അഭിപ്രായം രമേശ് ചെന്നിത്തല ആകണമെന്നാണ്. അപ്പോൾ ശശിധരൻ പിള്ളൈ എന്നോടൊപ്പം ചേരുന്നു. നമസ്കാരം മനു. കുറച്ച് ദിവസം എവിടെയായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ മാത്രമേ ഒരു ദിവസം ഉണ്ടാകാതിരുന്നുള്ളൂ. അപ്പോൾ സുനിൽകുമാർ എന്നോട് പറയുന്നു, അപ്പോൾ ശശിധരൻ പിള്ളയ്ക്ക് ഒരു ദിവസം എന്നെ കാണാതിരിക്കുമ്പോഴേക്കും നഷ്ടബോധം തോന്നുകയാണ്. ഓക്കെ, അപ്പോൾ സുനിൽകുമാർ എന്നോട് നമസ്കാരം എന്ന് പറയുന്നുണ്ട്. എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. സന്തോഷം സുനിൽകുമാർ. അപ്പോൾ ഇറ്റ് വുഡ് ബി മോർ ബെറ്റർ 2.5 ഫോർ രമേഷ് ആൻഡ് റെസ്റ്റ് ഫോർ സതീശൻ വേണുഗോപാൽ ഇഫ് നീഡഡ് എന്നൊക്കെ പറയുന്നുണ്ട് ഷിജു. അപ്പോൾ ഇത് ചിലയിടങ്ങളിൽ ഇപ്പോൾ അങ്ങനെയുണ്ട്, 2.5 കൊല്ലം വെച്ച് അധികാരം പങ്കിടുക. പക്ഷേ ഇതിൽ രസകരമായൊരു കാര്യം, ഞാനിത് പലയിടത്തും കേരളത്തിന് പുറത്തുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ 2.5 കൊല്ലം കഴിയുമ്പോൾ ഇത് മാറിക്കൊടുക്കാൻ ആളുകൾ തയ്യാറാകില്ല. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലും ഈ 2.5 കൊല്ലം ഫോർമുലയുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ അവർ മാറിക്കൊടുക്കില്ല. അതിനെ തുടർന്ന് അത് വലിയ പ്രശ്നങ്ങളിലേക്കും തർക്കങ്ങളിലേക്കും ഒക്കെ പോകും. സുനിമോൾ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ സുനിമോളിന് നമസ്കാരം. മഴ കാത്തിരിക്കുന്ന വേഴാമ്പൽ പോലെ പൊതുവേദിയുടെ ചങ്കായ മനുസാറിനെ, എൻ്റെ പൊന്നെ, ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായിരുന്നു. വി ആർ ഓൾ ഹാപ്പി എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത് ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നു. പക്ഷേ ഞാൻ 2 ദിവസം ഉണ്ടാകാതിരുന്നിട്ടുള്ളൂ. അപ്പോൾ ശ്രീ KC VD രമേശ് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ, ഏറെ ബഹുമാനത്തോടെ ഞങ്ങൾ എല്ലാവരെയും കാണുന്നു. പക്ഷേ 2006 ജനവികാരം VD സതീശനൊപ്പമാണെന്ന് മറക്കരുത് എന്ന് മുഹമ്മദ് ഇബ്രാഹിം എന്നോട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ശ്രീ KC VD രമേശ് ചെന്നിത്തലയൊക്കെ കോൺഗ്രസ് പ്രിയപ്പെട്ടവരാണ്. പക്ഷേ ഇപ്പോൾ ഒരാൾ പറഞ്ഞു എന്നോട് രമേശ് ചെന്നിത്തലയ്ക്കാണ് കൂടുതൽ സാധ്യത എന്ന്. ഇപ്പോൾ മുഹമ്മദ് ഇബ്രാഹിം എന്നോട് പറയുന്നു VD സതീശനൊപ്പമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് പറയുന്നു. അപ്പോൾ ടീം UDF എന്ന് പറഞ്ഞാൽ ടീം VDS ആണ്. അപ്പോൾ അതിന് ചുവന്ന ഹൃദയം VDSനാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫലപ്രഖ്യാപനം വരുന്നതിന് മുൻപേ തന്നെ കോൺഗ്രസിൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ള പോര് നടക്കുന്നതെന്ന് എന്നോട് സുനിമോൾ പറയുന്നു. മുഹമ്മദ് ഇബ്രാഹിം ഉണ്ട്, സുനിമോൾ ഉണ്ട്. അപ്പോൾ ഓക്കെ, ജയകുമാർ അത് തന്നെ തോൽക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് ജയകുമാർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് ജമ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് പലതും എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല. ജോണി വിൽഫ്രഡ് വന്നിട്ടുണ്ട്. UDF ജയിക്കും, VD നയിക്കും എന്നാണ് ജോണി വിൽഫ്രഡിൻ്റെ അഭിപ്രായം. കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഓരോ മാസം വീതം മുഖ്യമന്ത്രിയാക്കി പ്രശ്നം പരിഹരിക്കണമെന്ന് നമ്മുടെ ഒരു പൊതുവേദി പ്രേക്ഷകൻ സുനിൽ കുമാർ പറയുന്നുണ്ട്. നമ്മുടെ മുരളീധരൻ നായർ MN വന്നിട്ടുണ്ട്. നമസ്കാരം മനു എന്ന് പറയുന്നുണ്ട്. ശ്രീ മുരളീധരൻ നായർ MNനെ കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ കിഷോർ കോന്നി വന്നിട്ടുണ്ട്, ഹായ് എന്ന് എന്നോട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രേക്ഷകരിൽ കുറേ പേർ ഇന്ന് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. സദാശിവൻ നായർ എന്നോട് പറയുന്നു, മുഖ്യമന്ത്രി കസേരയ്ക്കായി കോൺഗ്രസ്സുകാർ നടത്തിയ ഈ വടംവലി വോട്ട് ചെയ്ത ജനങ്ങളെ കളിയാക്കുന്നതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്നതിൽ ഇപ്പോൾ വേണുഗോപാലിൻ്റെ പേര് വരുന്നത് എങ്ങനെയാണ്? അയാൾ MP അല്ലേ എന്ന് എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ യൂട്യൂബിലെ പ്രതികരണങ്ങൾ. ഞാൻ അവരിലേക്കൊക്കെ വരാം. ഈ മുരളീധരൻ എന്നോടൊപ്പം ചേരുന്നു വയനാട്ടിൽ നിന്ന്. ശ്രീ മുരളീധരൻ, ഇവരുടെ ഈ കോപ്രായം, അതിന് അങ്ങനെ ഒരു വാക്കേ പറയാൻ പറ്റുള്ളൂ. ഈ കോൺഗ്രസ്സുകാരുടെ ഈ കോപ്രായം കാണുമ്പോൾ വല്ലാത്ത ഒരു ജാള്യം എന്തെന്നാ തോന്നുന്നത്, ഒരു അറപ്പ് തോന്നുന്നു ഇവരോട്. സത്യത്തിന് ഇവർക്ക് ഈ 4-ാം തീയതി വരെ കാത്തിരുന്നിട്ട് ആരെങ്കിലും മുഖ്യമന്ത്രി ആയിക്കോട്ടെ, അവരുടെ പാർട്ടിയിലെ ഈ തമ്മിത്തല്ല് ഇങ്ങനെ ഈ പൊതുജനങ്ങളെ അറിയിക്കണോ? അല്ല, പക്ഷേ ശ്രീ മുരളീധരൻ, അവർ പറയുന്നത് തമ്മിത്തല്ലല്ല, ജയിക്കുമെന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരു ജനാധിപത്യ അവർ ജയിച്ചോട്ടെ, അവർക്ക് 100-ന് 110 സീറ്റും കിട്ടിക്കോട്ടെ. ജയിച്ചു കഴിഞ്ഞ് 7 നിന്ന് 6 നിന്നുകൂടെ സാറേ? ഇത് നാണം കെട്ട ഒരു പരിപാടിയല്ലേ. എനിക്ക് മറ്റൊരു പേടിയുണ്ട്. നാളെ എന്നെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി കളയുമെന്ന്.
കാരണം ഇവര് ഈ വൃത്തികെട്ടവർ കോട്ട് കൊടുത്തവരെ മാത്രമല്ല അവരുടെ വീട്ടിലുള്ളവരെ കൂടെ തല്ലേണ്ട ഗതികേടാ ഉള്ളത്. ഇത് ചുമ്മാ ഒരു എന്തെന്നാ പറയേണ്ടത്, ഒരു വൃത്തികേട്. എന്തായാലും ഇങ്ങനെ ഒരു ചർച്ച വെച്ചത് സാറേ വളരെ നന്നായി. ഇവരുടെ ഫ്ലെക്സിബിലിറ്റി ഓരോരുത്തർ പറയണ കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത ഒരു അവസ്ഥ, നാണമില്ലാത്ത ഒരു ടീം. ഇതുകൊണ്ടാണ് ഇവർ ഇന്ത്യയെ നഷ്ടമിച്ചു പോയത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ സുബ്രഹ്മണ്യൻ പെരുമ്പാവൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. അപ്പോൾ പ്രേക്ഷകർ ധാരാളമുണ്ട്. ശ്രീ സുബ്രഹ്മണ്യൻ, താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും 6 മാസം വീതം മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ അവർ ഈ ത്യാഗം എല്ലാം ചെയ്തു പോയത് എന്ന് അഷ്കർ എന്നോട് പറയുന്നുണ്ട്. ഓക്കെ അഷ്കർ, ഒരാൾ പറയുന്നു മാസം തോറും മുഖ്യമന്ത്രിയെ മാറ്റാമെന്ന്, വേറൊരാൾ പറയുന്നു പിന്നെ 6 മാസം വെച്ച് മാറ്റാമെന്ന്. കേരളത്തിലെ വോട്ട് എന്ന് എണ്ണി എന്ന് ജോസ് എന്നോട് ചോദിക്കുന്നു. ഓക്കെ സുബ്രഹ്മണ്യൻ പെരുമ്പാവൂർ, ചുരുങ്ങിയ വാക്കുകളിൽ, സമയം ഇങ്ങനെ പോകുന്നു, ആളുകൾ ആ ഇന്ന് എന്നത്തേക്കാളും ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ. ആണോ? എന്റെ അഭിപ്രായം ശ്രീ സുബ്രഹ്മണ്യൻ, അവിടെ എങ്ങനെ മഴയൊക്കെ ഇപ്പോൾ തുടങ്ങിയോ? ശക്തമായ പെരുമ്പാവൂരിൽ മഴ ഇടയ്ക്ക് കിട്ടണ്ടേ, പെരുമാർക്ക് വരുന്നത് ഒഴിവാക്കരുത്. അന്ന് വന്നപ്പോ പെട്ടുപോയി എന്ന് പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്നാലും നല്ലൊരു ദേശമാണ്, ഇടയ്ക്ക് വരണം. നല്ല സ്ഥലമാണ്, അവിടെ നല്ല മനുഷ്യരാണ്. പക്ഷെ എനിക്ക് അവിടെ ഞാൻ അന്ന് പറഞ്ഞില്ല, ആകെ പ്രശ്നം നിങ്ങളുടെ ആ ഗതാഗത കുരുക്കാണ്. അതെ സാറേ, അവിടെ ഒരു ബൈപ്പാസും അല്ലെങ്കിൽ ഒരു ഫ്ലൈ ഓവറെങ്കിലും അവിടെ വന്നെങ്കിൽ അതായിരുന്നു. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് രംഗത്തിറങ്ങണം ശ്രീ സുബ്രഹ്മണ്യൻ, അല്ലാതെ രക്ഷയില്ല. വർഷങ്ങളായി സാറേ, പെട്ടെന്ന് പറയട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു വന്നതേ ഈ ഇത് ഒരു UDF മുന്നണിയാണല്ലോ. അങ്ങനെയെങ്കിൽ ഇനി അടുത്ത മുഖ്യമന്ത്രി മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആകട്ടെ. ആണോ? എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ വേറൊരു അഭിപ്രായം, ഒരു വനിതാ മുഖ്യമന്ത്രി ആവട്ടെ. ഷാനിമോൾ ഉസ്മാനോ ബിന്ദു കൃഷ്ണയോ അല്ലെങ്കിൽ നമ്മുടെ വയനാട് MP അല്ലെങ്കിൽ ഒരാൾ ആയിക്കോട്ടെ. സ്ത്രീകളെ ആക്കാൻ എന്താ ഇവർക്കിത്ര മടി? എനിക്ക് കഴിഞ്ഞ വാക്കിൽ പറയാനുള്ളത്. അതാണ് എന്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ്, അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ മുഖ്യൻ 1, മുഖ്യൻ 2, മുഖ്യൻ 3 എന്നിങ്ങനെ തിരിക്കാമോ എന്ന് ചോദിക്കുന്നു മനു സാറേ. ആം ആദ്മി പാർട്ടിയുടെ മുന്നിൽ 3-ൽ 2 ഞങ്ങളിങ്ങ് എടുത്തു എന്ന് പറയുന്നത്, അത് ഞാനും കഴിഞ്ഞ ദിവസം ആ വാർത്ത കണ്ട് ഞെട്ടിപ്പോയി കേട്ടോ. 10 MP-മാരിൽ 7 പേരും പൊടിയും തട്ടിപ്പോയെന്നാണ് കേട്ടത്. അപ്പോൾ ആം ആദ്മി പാർട്ടി വലിയ ആദർശധീരന്മാരുടെ പാർട്ടിയാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എന്തായാലും ആദർശധീരന്മാർ പലരും ഇപ്പോൾ പാർട്ടി മാറിപ്പോയിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. അപ്പോൾ എന്നോടൊപ്പം സൂപ്പി വെള്ളമുണ്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. സൂപ്പിയായിട്ട് സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി എന്ന് തോന്നുന്നു. ശ്രീ സൂപ്പി, നമസ്കാരം. നമസ്കാരം. എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ കോൺഗ്രസിന്റെ ഇടതുപക്ഷ ജനാധിപത്യം 75 സീറ്റ് ഭൂരിപക്ഷം നേടും. 75 സീറ്റ്. അപ്പോൾ ആര് മുഖ്യമന്ത്രി ആകുന്നു സൂപ്പി വിചാരിക്കുന്നത്? മുഖ്യമന്ത്രി പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്നെ പിണറായി വിജയൻ തന്നെ. അവിടെ തർക്കമില്ല, ഇവിടെ ഇപ്പുറത്തെ തർക്കമുള്ളൂ അല്ലേ? ഇപ്പുറത്തെ രമേശ് ചെന്നിത്തല കാരണം ജയിക്കുവാണെങ്കിൽ അവരവരെ. കാരണം അയാൾ ഇത്ര കാലമായി ഒരു കരുണാകരന്റെ കൂടെ 26-ാം വയസ്സിലാണ് ഒരു മന്ത്രിസഭയിൽ വന്നത്. അപ്പൊ ഒരു കാലങ്ങളായി അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. ഒക്കെ ഇപ്പൊ വന്ന ആളുകളാണ്. അവർക്കൊക്കെ ഇനിയും അവസരം ഉണ്ടല്ലോ. ഇദ്ദേഹത്തിനാണ് കൊടുക്കേണ്ടത്. എന്തായാലും ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സ്വർണ്ണലത പറയുന്നു, വീട്ടിലുള്ളവരെ എന്തിനാ തല്ലുന്നത്, VD സതീശൻ മുഖ്യമന്ത്രി ആകട്ടെ എന്ന് എന്നോട് സ്വർണ്ണലത പറയുന്നു. ആയിക്കോട്ടെ, എനിക്കതിൽ വിരോധമില്ല. അപ്പോൾ ഇപ്പോൾ മുഹമ്മദ് ഇബ്രാഹിം എന്നോട് ഇപ്പം ഉണ്ട്, നിരന്തരമായി ഞങ്ങളുടെ നേതാക്കളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. 2000-ലെ ജനവികാരം അദ്ദേഹം VD സതീശൻ്റെ ആളാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ VD സതീശനെ എന്ത് വില കൊടുത്തും ജയിപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ജയിപ്പിക്കുമെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയാക്കുക. അപ്പോൾ ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും വേണം പണം, അത് മാത്രമാണ് ഇവരുടെയൊക്കെ മുദ്രാവാക്യം എന്ന് എന്നോട് ജാഫർ ഉത്കണ്ഠൻ ജാഫർ, 2 ജാഫർ, അത് എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല, വലിയ പേര്. അതുകൊണ്ട് ഏതായാലും ജാഫറാണ് നമുക്കൊപ്പം പറയുന്നത്. അപ്പോൾ എൻ്റെ നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷക ഒരു കമൻ്റ് ഇട്ടിരുന്നു, അത് ജമ്പ് ചെയ്ത് പോയതുകൊണ്ട് എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. അത് നമ്മുടെ സതി ബാബുരാജാണ്. അപ്പോൾ സതി ബാബുരാജിൻ്റെ കോട്ടിനെ കുറിച്ച് പറഞ്ഞു, പക്ഷേ അതിപ്പോൾ എനിക്ക് തിരഞ്ഞിട്ട് കാണുന്നില്ല. ഈ കോട്ട് നന്നല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രഘുനന്ദനൻ എന്നോട് പറയുന്നു, ഈ കാരണങ്ങളാണ് ജനങ്ങൾ CPM-നെ വ്യത്യസ്തമായി കാണുന്നതെന്ന് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നു. ശാന്തകുമാരി, അവർ നമുക്കറിയാം, നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയും ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥയുമാണ്. KC സ്വയം ഹൈക്കമാൻഡായി കോൺഗ്രസ് പാർട്ടി ഒരു വഴിക്കാക്കിയിട്ടുണ്ട്. ഇനി കേരളത്തിലെ കോൺഗ്രസ്സുകാരെയും ഒരു വഴിക്കാക്കും. അതിനുവേണ്ടിയാണ് അവരുടെ പുറപ്പാടെന്ന്. KC വേണുഗോപാലിനെതിരാണ്.
ഇവരൊക്കെ ആദ്യം ജയിച്ചിട്ട് വേണ്ടേ എന്ന് എന്നോട് ജോമി ചോദിക്കുന്നു. മനു, ഞാനും ഒരു പെരുമ്പാവൂർക്കാരനാണ്, പഴയ പെരുമ്പാവൂർ അല്ല ഇപ്പോഴുള്ളത്. മനുവിൻ്റെ അഭിപ്രായം വളരെ വളരെ ശരിയാണെന്ന്. ആ ശരിയാണ്. അപ്പോൾ നമ്മുടെ ആ വഴി ചെന്നപ്പോഴാണ് എനിക്കിതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലായത്. അപ്പോൾ താങ്കളും ഞാനും ശ്രീ സദാശിവൻ പിന്നെ നായരും ഞാനും ഒക്കെ ഏതാണ്ട് സമ അഭിപ്രായക്കാരാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണുമ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് കാണുമ്പോൾ ഒരു സന്തോഷം വരുന്നത്. അപ്പോൾ സദീപ് ബാബുരാജിൻ്റെ കമൻറ്റ് കണ്ടു. അപ്പോൾ മൈ സിസ്റ്റർ ഓൾസോ സീയിങ് ദീസ് പ്രോഗ്രാം. സാധാരണ അവർ സദീപ് ബാബുരാജും ഭർത്താവും ഇരുന്നാണ് പൊതുവേദി കാണാറ്. ഇപ്പം സഹോദരിയും കൂടി അവരുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നു. വെയർ കോട്ട് ഇസ് ഓക്കെ, ഗുഡ് ലുക്കിംഗ് കോട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ കോട്ട് ഈ കോട്ട് നല്ലതല്ല എന്നുള്ള അർത്ഥത്തിലാണോ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവരുടെ കമൻറ്റ് ഇപ്പോൾ എനിക്ക് കിട്ടി. ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തവണ കോൺഗ്രസ് അധികാരം പിടിക്കുമെന്ന്. പക്ഷേ ഫുൾ അടിയായിരിക്കുമെന്ന്. അപ്പോൾ പറയുന്നത് നമ്മുടെ ബഡ്ഡിംഗ് ജേർണലിസ്റ്റായ അപർണയാണ്. അപർണ കമ്മ്യൂണിസ്റ്റാണ്, പക്ഷേ കോൺഗ്രസ് ജയിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു സ്വന്തം ആത്മവിശ്വാസം വേണ്ടേ സ്വന്തം സംഘടനയെക്കുറിച്ച്? അപ്പോൾ അതാണ്. അപ്പോൾ മുഹമ്മദ് അലി എന്നോട് പറയുന്നത് ചെന്നിത്തല വേണ്ട എന്നാണ് പറയുന്നത്. CPM ആയിരിക്കട്ടെ, വി ഡി സതീശൻ വരട്ടെ എന്നാണെന്ന്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാകട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ശ്രീ സുബൈർ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. സുബൈർ കോൺഗ്രസ്സുകാരനാണ്. സുബൈർ, നമസ്കാരം. ഇത് നിങ്ങൾ ജയിക്കുമെന്നുള്ള അമിത ആത്മവിശ്വാസത്തിലാണോ സുബൈർ അതോ ജയിക്കുമെന്ന് ഉറപ്പിച്ചോ? ജയിക്കല് 90-95 സീറ്റ് കിട്ടി ഞങ്ങൾ ജയിക്കും. അതന്ന് എന്നോട് പറഞ്ഞാണ്. പിന്നെന്താ കുഴപ്പം? അപ്പൊ ഈ മുഖ്യമന്ത്രി ആരാകുന്നതിൽ ഇതിപ്പോ ഒരു മുഖ്യമന്ത്രി ഞങ്ങൾ രണ്ടാമത് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ അഭിപ്രായം ഞാൻ പറയും, വിളിച്ചു പറയും, ഹൈക്കമാൻഡിനെ വിളിച്ചു പറയും. ശരി. ആരൊക്കെ എന്ന് ചോദിച്ചില്ല. ചെന്നിത്തല സതീശനോ രണ്ടുപേരും മുഖ്യമന്ത്രിയാവോ? അല്ല, രണ്ടുപേരും 2.5 വർഷം വെച്ച് ഭരിച്ചുകൂടെ അവർക്ക്? പക്ഷേ മനസാറിന് ഇഷ്ടമില്ല. ഇപ്പൊ മനസാറിനോട് പറഞ്ഞു മുഖ്യമന്ത്രി ആവാൻ പറ്റുന്ന വെച്ചാൽ സമ്മതിക്കില്ലേ? ഇല്ല, എനിക്ക് പറ്റില്ല. അപ്പൊ നിങ്ങൾ കിരൺ ബാബു നിങ്ങൾ തല്ലുകൂടില്ല? അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്ക് കിട്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രി ആക്കാന്ന് പറഞ്ഞിട്ട്? ഇല്ല, ഞാൻ കിരൺ ബാബുവിനെ മുഖ്യമന്ത്രി ആക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ സമ്മതിക്കും. കാരണം അത് മനസ്സിൽ സന്തോഷത്തോട് സമ്മതമല്ല. എനിക്ക് അങ്ങനത്തെ ഇതിലേക്ക് ഇരിക്കാൻ വലിയ പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ സുബൈർ കണ്ടിട്ടില്ല, എപ്പോഴും ആളുകൾ എന്നെ പ്രശംസിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇതുപോലുള്ള സ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾ നമ്മളെപ്പോഴും വിമർശിക്കും. ഞാൻ അങ്ങനെ ഒരു വിമർശനം അധികം കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ്. അപ്പോൾ ആളുകൾ പ്രശംസിക്കാൻ ഈ പൊതുവേദിയാണ് നല്ലത്. അപ്പോൾ വിമർശനം വേണമെങ്കിൽ കിരൺ ബാബു കേട്ടോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. കിരൺ ബാബു വിമർശനങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിവുള്ള കടവര ഹൃദയനാണ്. രണ്ടുപേർക്കും നല്ല കണ്ടാമൃത്തിന്റെ തൊഴിൽ തന്നെയാണ് രണ്ടുപേർക്കും. ജേർണലിസ്റ്റിനെ വേണമല്ലോ, അല്ലെ പിടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇല്ല, LDF-ൽ ഒരു തല്ലുണ്ടാവൂല. അവിടെ കാരണബോധം ഇരിക്കല്ലേ, അയാളെ മറികടക്കാൻ ആരുമില്ലല്ലോ. അപ്പൊ ഇത് പാർട്ടി അനുവദിക്കുന്ന ഒരു സ്വാതന്ത്ര്യം കൊണ്ടാണോ അതോ? അതെ, ഈ കോൺഗ്രസിലെല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. മറ്റോടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തല ഉണ്ടാവില്ലല്ലോ. കോൺഗ്രസിൽ അവർക്ക് ഇഷ്ടമുള്ള ശ്രീ സുബൈറിന് വേണമെങ്കിൽ മനു ഭാരതിനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറയാം, കിരൺ ബാബുവിനെ ആക്കണമെന്ന് പറയാം. അതിൽ പറയാൻ പറ്റില്ല, അതിൽ ലിമിറ്റഡ് ഉണ്ട്. അതിൽ പറഞ്ഞ അന്ന് പുറത്താക്കും. അന്ന് പുറത്താക്കലല്ല, 56 കഷ്ണം ചന്ദ്രശേഖരനെ വെട്ടിമാര് വെട്ടിക്കൊന്ന് കുറിച്ചിടും. അതിന്റെ വേറെന്താ? ശരി. പൂരത്തിനൊക്കെ പോയോ? ഇല്ല, പൂരത്തിന് പോയില്ല. പൂരത്തിന് വെടിക്കെട്ടൊക്കെ നിർത്തിയില്ലേ? വെടിക്കെട്ടില്ലാത്ത ഈ വാഴ കൊലയ്ക്കുമ്പോ അവസാനത്തെ ഒരു കൊല വരും, മുച്ചിരിപ്പൻ കൊല. ആ കൊല ഇപ്പൊ പിണറായി വന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി അവസാനിച്ചു, ഇനിയില്ല. മുഖ്യമന്ത്രി ഒക്കെ തന്നെയാണ്, ആള് നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ കയ്യിൽ വളരെ മോശം. ശരി, ഞാൻ 4-ാം തീയതി ഞാൻ വോട്ട് എണ്ണിട്ട് 4-ാം തീയതി ഞാൻ വിളിച്ചാൽ കിട്ടൂല, എന്നെ വിളിച്ചാൽ മതി നിങ്ങള്. അത് കഴിഞ്ഞാൽ ദിവസങ്ങളുണ്ടല്ലോ. അങ്ങ് എന്തായാലും നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം എത്ര ദിവസമായി വിളിക്കുന്നത്? കിട്ടണില്ല. ഇന്നെന്താ ഭാഗ്യത്തിന് കിട്ടിയെന്നുണ്ട്, കിട്ടുന്നില്ല. അപ്പൊ ഞാനൊരു ദിവസം ആ വഴി വരെ, ഞാൻ തൃശ്ശൂരൊക്കെ സ്ഥിരമായി വരുന്ന ആളാണ്. മുടിയൊക്കെ വെട്ടി നല്ല അടിപൊളിയായിട്ട് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപുര അനിയനാ. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. അതാ ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രശംസ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. വിമർശനങ്ങൾ ഒട്ടും കേൾക്കുമ്പോൾ വല്ലാതെ വിഷമം വരും. അപ്പോൾ അതാണ്. അപ്പോൾ ശ്രീ രാജൻ തൃശ്ശൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. രാജൻ പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ശ്രീ രാജൻ, നമസ്കാരം സാർ. നമസ്കാരം. ഒരു കോൺഗ്രസ് നേതാവ് തൃശ്ശൂരിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞു, ഞങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പാണ്. അപ്പം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് ഇന്ന ആളാകണം എന്ന ആഗ്രഹത്തോടെ പറയുന്നതാണ്. അതിലെന്താണ് തെറ്റ്?
എന്ന് ചോദിച്ചാൽ ഞാൻ ആരെങ്കിലും അതിൽ വലിയ തെറ്റുണ്ടോ ശ്രീരാജൻ? ഇല്ല, അതിലൊരു തെറ്റുമില്ലെന്നേ. കാരണം ആർക്കും എവിടെയും കയറി എന്തും പറയാം. അവിടെ വകതിരിവ് എന്റെ ഒരു കുറവാണ്. ഇപ്പോ സതീശനായിക്കോട്ടെ, മറ്റേ വേണുഗോപാലായിക്കോട്ടെ, അതേപോലെ സണ്ണി സാറായിക്കോട്ടെ, ഇപ്പൊ സുധാകരന്റെ അവസ്ഥ എന്താണ്? അപ്പോ കോൺഗ്രസിൽ എന്തും പറയാം. പിന്നെ അദ്ദേഹം പറഞ്ഞൂല, അപ്പൊ നമ്മളൊരു വിമർശനമല്ല, കാരണബോധം. എന്താണ് കാരണബോധം? കാരണബോധം ഒന്നുമില്ല. ഈ പാർട്ടിക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിനിൽ നിന്ന് പറയുമ്പോൾ അത് ലെവലിലേക്ക് മുന്നോട്ട് പോയില്ലെങ്കിൽ അതിന് ചിലപ്പോൾ ബ്രാഞ്ചല്ലോ അതിന്റെ തട്ടുകളിൽ ചിലപ്പോൾ മറുപടി പറയേണ്ടി വരും. പിന്നെ പറയാനുള്ളത് അത് ആരുടെ മുമ്പിലായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോ ഈ സണ്ണി ജോസഫ് ഇരിക്കുന്ന സ്ഥാനത്ത് വേറെ പ്രഗത്ഭരായ ആരും ഇതിലില്ല. കാരണം ഈ പാർട്ടിയെ നല്ല ഈ രീതിയിൽ, ഞാൻ ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെങ്കിലും കോൺഗ്രസ് ഇവിടെ വഴിതിരിഞ്ഞു പോയി തകർന്നു പോകുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അങ്ങനെ അവിടെ നശിച്ചു, കോൺഗ്രസ് നശിച്ചു പോയാൽ, ഇപ്പൊ നമ്മൾ കമ്മ്യൂണിസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് ഇപ്രാവശ്യം 80-85 സീറ്റ് വരും, 100% ഉറപ്പ് തന്നെയാണ്. അതിലൊരു തർക്കം പിന്നോട്ടില്ല. പക്ഷെ ഇവിടെ കോൺഗ്രസ് തകരുമ്പോ വർഗീയ കോമരങ്ങൾ ഇവിടെ സീറ്റ് പിടിച്ചെടുക്കും. ഇനിയിപ്പോ ഇതില് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ എത്ര ആള് ഈ കോൺഗ്രസ് പാർട്ടിയിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനത്ത് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വന്ന് നോക്കിയിട്ട് കാണാം. കിട്ടിയിട്ടല്ല, മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയിട്ടല്ല, അല്ല ഭരണം കിട്ടിയിട്ടല്ല. അപ്പോ ഇവർക്ക് ഈ പാർട്ടിയുടെ ഡിസിപ്ലിനില്ല. ഡിസിപ്ലിനിൽ ഉള്ളത് അതിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കാരണം BD സതീശനെ പേടിച്ചിട്ടാണ് നമ്മുടെ അഡ്വക്കേറ്റ് പിന്നിൽ നിൽക്കുന്നത്. BD സതീശന്റെ പിന്നിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്താണ് കോൺഗ്രസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? അവര് നല്ല രീതിയിൽ പോകണം എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. പ്രതിപക്ഷത്ത് ഒരിക്കലും സതീശൻ വരരുത്. ഇത് വെറുതെ പേ പിടിച്ചൊക്കെ പട്ടികൾ കുറയ്ക്കുന്ന പോലെ കുറച്ചിട്ട് കാര്യമില്ല. നല്ല പ്രവർത്തനം വേണം. നല്ല പോലെ എന്താ പറയാ, ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള കഴിവുള്ള വ്യക്തികൾ വേണം ഔദ്യോഗിക സ്ഥാനത്തിരിക്കാതെ. അപ്പൊ അത്ര തന്നെ പറയാമല്ലോ. ശരി, വ്യക്തമാണ്. അപ്പൊ പൂരത്തിന് പോകുന്നുണ്ടോ ശ്രീരാജൻ? പൂരത്തിന് പോണം. ഇന്നിപ്പോ നട തുറക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. പൂരത്തിന് പോണം. വെടിക്കെട്ടൊന്നും ഒരു വിഷയമല്ല. കാരണം ഇപ്പൊ മരിച്ച അതിന് ഭയങ്കര വിഷമമുണ്ട്. വെടിക്കെട്ടൊന്നും വിഷയമല്ല. നമുക്ക് പൂരം കാണാം. ഈ ആനയെ തന്നെ സത്യത്തിൽ പേടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇനി അത് മൂലം വല്ല പ്രശ്നം ഉണ്ടാവുമോ? പിന്നെ എന്താ സംഭവിച്ച മാധ്യമങ്ങൾക്ക് വിഷയങ്ങളുണ്ടല്ലോ കേരളത്തിൽ. അതാണ് അങ്ങനെ വിഷമിപ്പിക്കുന്നത്. അല്ലല്ല, മരിച്ചവരുടെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു, അത്ര തന്നെ പറയാനുള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ വ്യക്തമാണ് അഭിപ്രായം. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് രണ്ടുപേരാണ് വിളിച്ചത്. രണ്ടുപേർക്കും രണ്ട് അഭിപ്രായമാണ്. ഏതായാലും തൃശ്ശൂർക്കാർ തമ്മിൽ പാറമേക്കാവും തിരുവമ്പാടിയും പോലെ ഒരു ഫൈറ്റ് നിൽക്കുകയാണ്. അതിൽ സുബൈറാണോ രാജനാണോ എന്നുള്ളത് മെയ് 4-ാം തീയതി അറിയും. അപ്പോൾ ഞാൻ അന്ന് രണ്ടുപേരും നമ്മളെ വിളിക്കുമ്പോൾ അതിലാര് ജയിച്ചെന്ന് പ്രഖ്യാപിക്കും. ഓക്കെ, അപ്പോൾ ഷാജഹാൻ കൂടി എന്നോടൊപ്പം ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. അതിനു മുമ്പ് ഷിജു എനിക്ക് കുറേ ചുവന്ന പൂക്കൾ അയക്കുന്നുണ്ട്. നിറയെ ചുവന്ന പൂക്കൾ എന്ന് പറയുന്നുണ്ട്. ഇമ്മാനുവൽ എനിക്ക് കുറേ ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. ഇമ്മാനുവലിന് ചുവന്ന ഹൃദയം അയച്ചു എന്ന് ഞാൻ എല്ലാവരോടും പറയണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഓക്കെ, അപ്പോൾ കിരൺ സാർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വിളിക്കുന്നവർ കിരണിനോട് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഓക്കെ, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ദൗർഭാഗ്യകരമാണ് എന്ന് എന്നോട് ദാറുൽ കരീം പറയുന്നു. ഇപ്പോൾ ഇമ്മാനുവൽ എനിക്ക് 100 കണക്കിന് ചുവന്ന ഹൃദയങ്ങൾ അയച്ചുകൊണ്ടിരുന്നാൽ ഇതെല്ലാം താങ്ങാനുള്ള ശേഷി എൻ്റെ ചെറിയ ഹൃദയത്തിനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇമ്മാനുവലിനും ഞാനും 100 കണക്കിന് ഹൃദയങ്ങൾ അങ്ങോട്ട് അയക്കുകയാണ്. അപ്പോൾ ഇമ്മാനുവൽ ഹൃദയം അയക്കുക മാത്രമല്ല കേട്ടോ, അത് പറയണം, ഞാൻ പറയണം, എല്ലാവരും അതേ എനിക്ക് ഹൃദയങ്ങൾ അയക്കുന്നുണ്ടെന്ന് പറയണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോടൊപ്പം അടുത്ത് ചേരുന്നത് ശ്രീ ശശിധരൻ വയലാറാണ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ ശശിധരൻ വയലാറിന് ടെലിഫോൺ കിട്ടുന്നില്ല എന്നുള്ള വലിയ പരാതി ഇന്ന് തീർന്നു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? നമസ്കാരം മനു. നമസ്കാരം. കുറേ ദിവസമായി ഞാൻ ഒഴിവായി നിൽക്കുകയായിരുന്നു. കഴിഞ്ഞു പിന്നെ ചില ദിവസം ട്രൈ ചെയ്യും, കിട്ടാറുമില്ല. പക്ഷെ ഞാൻ യൂട്യൂബിൽ കമന്റുകൾ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അതെ, അതെങ്കിൽ അതല്ലേ അതിന് പിന്നെ ക്ഷാമയില്ലല്ലോ, നമുക്ക് ചെയ്യാമല്ലോ. ഇതിനാണ് ഇച്ചിരി കഷ്ടപ്പാട്. ഞാനിപ്പം 4-5 മിനിറ്റോളം ട്രൈ ചെയ്തിട്ടായിരുന്നു കിട്ടിയത്. അതെ, അപ്പൊ സുഖല്ലേ? സുഖം, പരമസുഖം. ഒരു ദിവസം ഒരുപാടായി നമ്മൾ നേരിൽ സംസാരിച്ചിട്ടു. അപ്പൊ ഒരു കാര്യം ഞാൻ ഇത് തുടങ്ങട്ടെ. ഞാൻ ഈ എന്റേതായിട്ടുള്ള ഒരു 2 വരി കവിത പാടിയാലോ? കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല, കേക്കട്ടെ. 12 മക്കളെ പെറ്റൊരമ്മയാണ് വിഷയം. പാടട്ടെ? അല്ല, അതും ഇതുമായിട്ട് എന്താ ബന്ധം? നമ്മുടെ ഇതുമായിട്ട് വല്ല വെറുതെ പാടാന്നുള്ള രീതിയിലാണോ? അല്ലല്ല, കേട്ടോ, അപ്പൊ മനസ്സിലാവും. കോൺഗ്രസ് നേതാക്കളെ പെറ്റൊരമ്മേ, നിങ്ങളുടെ മക്കൾക്കെല്ലാവർക്കും ഭ്രാന്താൻ, നിങ്ങൾക്ക് വോട്ട്
ചെയ്തവർക്കെല്ലാം ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ച പോലായി. എന്താണ് ഇതിപ്പോ വലിയ കുഴപ്പമുണ്ടാവും? ശരി. അപ്പൊ ഈ എനിക്ക് തോന്നുന്നത് നമ്മുടെ പൊതുവേദിയിൽ VD രാജപ്പനെ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയത് കേട്ടോ. VD രാജപ്പനാണ് ഞാനും എന്റെ ഉസ്താദാണ്, പാരഡി ഗാനത്തിന്റെ അല്ലേ? പാരഡിയിലൊക്കെ ഉസ്താദാണ്. ഞാൻ ഇതിലെ ഭക്ഷണം വരുമ്പോ പാടാറുമുണ്ട്. ശബ്ദത്തിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുടുംബ സംഗമത്തിൽ പാട്ടൊക്കെ അവതരിപ്പിച്ചു. കൊള്ളാം. അപ്പൊ ഏതായാലും പാരഡി ഗാനമൊക്കെ നന്നായിരിക്കുന്നു. ഇതെല്ലാം സാധാരണ ആൾക്കാരുടെ ഒരു ചൊല്ലിപ്പോ വന്നിട്ടുണ്ട്. ഈ ചെയ്ത വോട്ട് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നാണ് ഒന്ന് രണ്ട് പ്രായമുള്ളവരെന്നോട് ചോദിച്ചത്. ചേട്ടാ, ഇത് അതിന് വല്ല മാർഗമുണ്ടോ? അങ്ങനെ ചില വിദേശ രാജ്യങ്ങളിൽ ഇത്തരം ചർച്ചകൾ വളരെ സജീവമാണ്. ഒരു പൊളിറ്റീഷ്യനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അയാളെ തിരിച്ചു വിളിക്കാനുള്ള അധികാരം കൂടി ജനങ്ങൾക്ക് നൽകണം എന്ന് വാദിക്കുന്നവരുണ്ട്. ഏതായാലും നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഇപ്പൊ അതുപോലാണ്. എല്ലാ പ്രസ്ഥാനങ്ങളും ചെയ്യുന്നത് നിലം ജയിപ്പിച്ചു വിടും, അവരെ കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ, അവരെ കളിയാക്കുന്ന രീതിയിൽ വളരെ വേദനാജനകമാണ്. ഓക്കെ. അപ്പോൾ ശ്രീ ശശിധരൻ്റെ പാട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് ചിലരൊക്കെ കമൻറ്റ് ചെയ്യുന്നു. സുനിൽകുമാറാണ് പറയുന്നത് ഗംഭീര പാട്ടാണെന്ന് പറയുന്നു. എന്നോട് ജോയ്. അപ്പോൾ ശ്രീ ശശിധരൻ വളരെ നന്ദി. ഇങ്ങനെ കമൻറ്റുകൾ വരുന്നതുകൊണ്ടാണ് വളരെ നന്ദി. അഭിപ്രായം പങ്കുവച്ചതിലും പാട്ട് പാടിയതിലും. കോൺഗ്രസിൽ വളരെയധികം ആഭ്യന്തര തർക്കങ്ങളുണ്ട്, തൃപ്തിപ്പെടുത്തൽ രാഷ്ട്രീയവും നടക്കുന്നുണ്ട്. അതിനേക്കാൾ LDF അധികാരത്തിൽ വരുന്നത് നല്ലതായിരിക്കും എന്ന് എന്നോട് ജോയ് മാത്യു പറയുന്നു. അതോടൊപ്പം എന്നോടൊപ്പം നമ്മുടെ ബാലകൃഷ്ണൻ വടകര ചേർന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ വടകര. സാർ നമസ്കാരം. നമസ്കാരം. ഇവർ അടികൂടണമെങ്കിൽ ഇവർക്ക് അധികാരം കിട്ടിയിട്ട് വേണ്ടേ സാർ? അധികാരം കിട്ടിയാൽ ഇവർക്ക് 20 മാസമാക്കിയിട്ട് ഇപ്പൊ 3 പേരല്ലേ ഉള്ളത്, 20 മാസമാക്കിയിട്ട് അങ്ങ് കൊടുക്കാമായിരുന്നു. പക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള യാതൊരു ചാൻസും ഇല്ല സാർ. ഇടതുപക്ഷം ഒരു 71-72 നേരിയ മെജോറിറ്റിയിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരൂ. ഈ ഇപ്പൊ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കൂ. അല്ല, പക്ഷേ അത് അങ്ങ് പണ്ട് തൊട്ടേ എന്നോട് പറയുന്നതാണ് ഇടതുപക്ഷമാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന്. അങ്ങ് BJP കാരനാണ്, BJP അനുകൂലിയാണ്. പക്ഷേ ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ BJP-ക്കാർ പറയുന്ന ഒരു തൂക്ക് മന്ത്രിസഭയാണ്. അത് അങ്ങക്ക് ഉറപ്പില്ല അല്ലേ? തൂക്ക് മന്ത്രിസഭ വരാനുള്ള ഒരു ചാൻസ് ഇപ്പം കേരളത്തിൽ ഇല്ല സാർ. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കിപ്പോ പറയാം UDF-കാർ എന്റെ തൊട്ടടുത്ത മണ്ഡലമായ പേരാമ്പ്രയിൽ അവർ ജയിക്കൂന്നാ പറയുന്നത്. അതിനോളം വലിയ ബംഗത്തരം ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ, അതിനോളം വലിയ ബംഗത്തരം വേറെ അവരൊന്നും പറയാനില്ല. കാരണം സഖാബ് TP, ഞാൻ ആ പാർട്ടിയുടെ ആളല്ല, അദ്ദേഹം അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഭൂരിപക്ഷത്തിന് ഇപ്രാവശ്യം ജയിച്ചിരിക്കും. എവിടെ ചിത്രത്തിലുണ്ടാവില്ല, അത്രയും ഭൂരിപക്ഷം മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട് TP. ഞാൻ അതിനെ അനുകൂലിക്കുന്ന ആളല്ലേ, ഞാൻ അനുകൂലിക്കുന്നേ ഇല്ല. ഇടതുപക്ഷം തന്നെ വരണം. കാരണം അവരുണ്ടാക്കിയ ബാധ്യത അവരെ തലയിൽ തന്നെ വെക്കണം. സമയം ഇങ്ങനെ അതിക്രമിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഏതായാലും 4-ാം തീയതി ഇതെല്ലാം ഞാൻ എഴുതേണ്ട കാര്യമില്ല, ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ട്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ തിലകനെ ഇപ്പോൾ ഈ ശശിധരൻ വയലാർ പാട്ട് പാടിയപ്പോഴാണ് തിലകൻ എവിടെ പോയി എന്ന ചോദ്യം വീണ്ടും ഉയരുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളായിരുന്നു നമ്മുടെ തിലകൻ. അപ്പോൾ തിലകൻ്റെ എന്താണോ നമ്മൾ പാട്ടൊക്കെ പാടുന്നയാളാണ്, പക്ഷേ ഇപ്പോൾ കാണുന്നില്ല. പണിയെടുത്ത VD സതീശന് അവസരം കൊടുക്കുക, മയക്കും കൊണ്ട് മുന്നിൽ വരുമ്പോൾ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുക, അതിന് കൂട്ടുനിൽക്കുന്നവരൊക്കെ നെറുകെട്ട രാഷ്ട്രീയം കളിച്ചുവെന്ന് ജനം വിലയിരുത്തും എന്ന് മുഹമ്മദ് ഇബ്രാഹിം പറയുന്നു. അപ്പോൾ എല്ലാം കുറ്റവും മാധ്യമങ്ങൾക്കാണ്. ശ്രീ തുളസി എരുമേലിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീമതി തുളസി, കേൾക്കാമോ? എനിക്ക് തോന്നുന്നു ടെലിഫോൺ ലൈനിൽ എന്തോ സംഭവിച്ചു. ഉണ്ണികൃഷ്ണൻ പേരാവൂരിൽ നിന്നാണ് വിളിച്ചത്. ശ്രീ ഉണ്ണികൃഷ്ണൻ കേൾക്കാമോ? ശ്രീമതി തുളസി. ഹലോ സാർ, കേൾക്കാം. നേരത്തെ വിളിച്ചപ്പോൾ കേട്ടില്ല അല്ലേ? സാറ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു നേതാവിനെ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ചങ്കൂറ്റം കാണിക്കാത്ത UDF ഇത് എത്ര തരംതാണ കാര്യങ്ങളാണ് ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ആണോ? അല്ല, അതിപ്പം മുഖ്യമന്ത്രി ജയിച്ചു കഴിഞ്ഞിട്ട് പ്രഖ്യാപിച്ച പോരെ എന്ന് ചോദിക്കുന്നത് ശരിയല്ലേ? പലപ്പോഴും അങ്ങനെയല്ലേ? അല്ല, അപ്പൊ അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ തർക്കം വന്നത്. അപ്പൊ UDF ഒരു നേതാവിനെ ഇന്നയാള് മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമായിരുന്നെങ്കിൽ ഇപ്പൊ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല. നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ എല്ലായിടത്തും പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചിട്ടല്ലല്ലോ നേരിടുന്നത്. ഇപ്പൊ CPM തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടല്ലല്ലോ തെരഞ്ഞെടുപ്പിന്. സാറിപ്പോ നമുക്കിത് സമൂഹ മാധ്യമങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ ഒരു വല്ലായിക തോന്നുവാണ്. ഇതെന്താ ഈ നടക്കുന്നതെന്ന് പോലും. ഇങ്ങനെയുള്ളവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സാർ ഇത് എവിടെ പോയി നിൽക്കും? അപ്പൊ ഇത് ജയിക്കുമെന്ന് ശ്രീമതി തുളസിക്ക് തോന്നുന്നുണ്ടോ? കോൺഗ്രസിന്
ഇല്ല, ഒരിക്കലുമില്ല. പിണറായി വിജയൻ തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. ആ ശരി, ഓക്കെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ അവിടുന്ന് വിളിച്ചതിന് അഭിപ്രായം പങ്കുവച്ചതിനും ഒക്കെ സന്തോഷം. എരുമേലിയിൽ നിന്നാണ് വിളിക്കുന്നത്. കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നത് 57 മുതൽ 26 വരെയുള്ള കേരള സർക്കാരുകളുടെ പ്രകടനം വിലയിരുത്തിയാൽ മനസ്സിലാവും കേരളത്തിന് നല്ലത് ഇടതുപക്ഷമാണ് എന്ന് പറയുന്നു. കറക്റ്റാണ്. അധികാരത്തിൽ വരും എന്ന് അറിയേണ്ട 4-ാം തീയതി വൈകിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് സുനിൽ പറയുന്നു. അപ്പോൾ അതായത് വി ഡി സതീശന് വേണ്ടിയാണ് നമ്മുടെ മുഹമ്മദ് ഇബ്രാഹിം നിലയുറപ്പിക്കുന്നത്. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാൻ ചെറിയൊരു ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, നമ്മുടെ പൊതുവേദി അപ്പോൾ തുടരുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രേക്ഷക നമ്മളോട് പറഞ്ഞല്ലോ, ആദ്യം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടിരുന്നെങ്കിൽ ഈ തർക്കം ഉണ്ടാകില്ല എന്ന്. അപ്പോൾ അതിന് എനിക്ക് പ്രസന്നകുമാർ വി എന്നോട് പറയുകയാണ്, മുഖ്യമന്ത്രിയെ ആദ്യം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പിന്നെ അവർ കാലുവാരും എന്ന് എന്നോട് പറയുകയാണ്. അപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അബു ശ്രീ അബു, ഹലോ. ഈ തർക്കം എന്തിൻ്റെ സൂചനയായിട്ടാണ് ശ്രീ അബുവിന് തോന്നുന്നത്? ആത്മവിശ്വാസത്തിൻ്റെ തർക്കമാണോ, അതോ ഇത് അമിതാവേശത്തിൻ്റെ തർക്കമാണോ, അതോ ഇത് സ്ഥാനമോഹത്തിൻ്റെ തർക്കമാണോ, ഇത് സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയിലെ സ്വാഭാവികമായ ഒരു തർക്കമാണോ? എന്താണ് ശ്രീ അബുവിന് തോന്നുന്നത്? സ്ഥാനമോഹത്തിന്റെ തർക്കമാണ് തോന്നുന്നത്. ആണോ? അപ്പോൾ ആളുകൾ അങ്ങനെ തർക്കിക്കരുത്, അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങനെ അഭിപ്രായം പറയരുത്, അവർ അത് കൂട്ടായി തീരുമാനിച്ച് ജനങ്ങളെ ഒറ്റ ആളെന്ന രീതിയിൽ പറഞ്ഞ് വ്യക്തമാക്കണം എന്നാണ് എന്റെ അഭിപ്രായത്തില്. ഘടകകക്ഷി കുഞ്ഞാലിക്കുട്ടിയല്ല മുഖ്യമന്ത്രിയാക്കണം. കാരണം ഈ തർക്കം തീരുമല്ലോ, ഷോക്കേടൊക്കെ തീരുമല്ലോ. ആണോ? കുഞ്ഞാലിക്കുട്ടിക്ക് ചിലപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയേക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അതായിരിക്കും നല്ലത്, ഈ തമ്മിക്കിടന്നല്ലാതെ മര്യാദക്കിരിക്കരുത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അനിൽകുമാർ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ. അനിൽകുമാർ തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ്? ആ, ഓക്കെ. ശ്രീ അനിൽകുമാർ, ഈ തർക്കം കാണുമ്പോൾ ശ്രീ അനിൽകുമാറിന് എന്ത് തോന്നുന്നു? നമ്മളെ ഇടുക്കിയിലെ മണിയാശാനുണ്ടല്ലോ, മണിയാശാൻ, അദ്ദേഹം ഇന്നലെ ഒരു കമന്റ് പറഞ്ഞതാണ് കറക്റ്റ് കേട്ടായിരിക്കും. ഇല്ല, അതായത് മുഖ്യമന്ത്രി കസേര മാറ്റിയിട്ട് മുഖ്യമന്ത്രി ബെഞ്ചാക്കണം. ശരി, അത് ശരി. അതാണ് നടക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടം മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്നാണ് താങ്കളുടെ അഭിപ്രായം. കോൺഗ്രസിന്റെ ആളിന്റെ ലെവലിലെ പരാജയം ഇത് തന്നെയാണ് കാരണം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ശ്രീ രാജിക്കുട്ടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജിക്കുട്ടി. നമസ്കാരം സാറേ. നമസ്കാരം. എല്ലാം ഓക്കെ അല്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നല്ല ഹാപ്പിയാണ്. സാറ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അതെ. കാരണം ഹൃദയങ്ങളും റോസാപ്പൂക്കളും ഒരുപാട് വരുന്നുണ്ട്. അതെ. അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ എത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ്, അതുകൊണ്ട് കിട്ടുന്നതോറും സന്തോഷം. സുബേർ എന്ന് പറഞ്ഞ കക്ഷി പറഞ്ഞത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് യോഗ്യനാണ്. 100% യോഗ്യനാണ്. കാരണം എന്ന് പറഞ്ഞാൽ സാർ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആളാ. സാറിന് ഗ്രൂപ്പില്ല, ഒന്നുമില്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ വി ഡി സതീശൻ പണി ചെയ്തു. ഇവര് ഭരണമൊന്ന് കിട്ടട്ടെ, 4-ാം തീയതി വരെ ഒന്ന് ക്ഷമിക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞാലേ അത് മോശമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഭരണം കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം നാണം കിടത്തില്ലേ. പലരും കൃഷ്ണൻകുട്ടി തന്നെ പറഞ്ഞു, അതായത് നമുക്ക് 71 കിട്ടിയാലും അവര് ബാലകൃഷ്ണൻ പറഞ്ഞ കേട്ടില്ലയോ, ബാലകൃഷ്ണൻ വടകര, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നതാ. അപ്പം വളരെ നല്ല രീതിയിലാണെങ്കിൽ ഒരു ഭരണം വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ചേഞ്ചിങ് ആണ് ആഗ്രഹം. പക്ഷേ ഇവരുടെ ഈ അടി എന്ന് പറയുന്നത് മോശമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യുന്ന പൊതുവേദിയിൽ സാറിപ്പം കിരൺ സാറിനെ ആണെങ്കിൽ കുറെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞു. മനു സാറിനെ എന്താ ഇഷ്ടപ്പെടുന്നത്? സാറിന്റെ പുഞ്ചിരി എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഇഷ്ടമാണ്. അതെല്ലാവർക്കും ഇഷ്ടം. എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്റെ കൂടപ്പുറപ്പിനെ പോലെ സാറിനെ കാണുന്നത്. എനിക്കും ശ്രീ രാജിക്കുട്ടി ഒരു സഹോദര തുല്യനാണ്. അങ്ങയുടെ പേര് കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ്. ഏതായാലും അങ്ങ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ വിഷമം തോന്നി. അപ്പൊ അതൊക്കെ മാറിയെന്നറിയുമ്പോൾ സന്തോഷം. അതെ. ഓക്കെ, താങ്ക് യു. വരെ നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവില്ലെങ്കിലാണെങ്കിൽ ഇവരെന്തിനാ ഇലക്ഷനൊക്കെ നിൽക്കുന്നതെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ശരി, ഓക്കെ, താങ്ക് യു. വ്യക്തമാണ് അഭിപ്രായം. ശ്രീ പ്രസന്നൻ എന്നോടൊപ്പം ചേരുന്നത് മാളയിൽ നിന്നാണ്. ശ്രീ പ്രസന്നൻ. നമസ്കാരം.
നമസ്കാരം സാർ. നമസ്കാരം. ഇത് പ്രസന്നൻ തൃശ്ശൂർക്കാരനാണ്. മാളയിൽ നിന്ന് അങ്ങോട്ട് പോയോ? പൂരം കാണാനൊക്കെ പോകുന്നുണ്ടോ ശ്രീ പ്രസന്നൻ? ഇല്ല, പൂരം കാണാൻ പോകുന്ന പരിപാടി ഇല്ല. എനിക്ക് ഈ കരിയോടും കരിമരുന്നിനോടും അത്ര വലിയ പ്രതിപത്തി ഇല്ല. ശരി. അപ്പൊ ഗുരുദേവന്റെ നിലപാടാണ് കരിയും വേണ്ട കരിമരുന്നും വേണ്ട. അതെ, ഒരു അല്പം അങ്ങനെയുണ്ട്. പിന്നെ എനിക്ക് 2-3 കാര്യം മാത്രം പറയാം, ഞാൻ നീട്ടി പറയുന്നില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ജയിച്ചു വരുന്ന ഈ MLA-മാർക്കൊക്കെ ഒരു ടെസ്റ്റ് നടത്തണം. നമ്മളിപ്പോ പിയൂൺ ജോലിക്ക് വരെ ടെസ്റ്റ് നടത്തണ്ടല്ലോ. അതിൽ ഒരു 50 ചോദ്യങ്ങൾ വെച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളെ മുഖ്യമന്ത്രിയാക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മൃഗങ്ങൾക്ക് വരെ ഈ തിടമ്പേറ്റുന്ന കാര്യത്തിലുണ്ടല്ലോ. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന് ഏത് ആനയായിരിക്കും തിടമ്പേറ്റണെന്ന് ആ ആനകൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് മാറിപ്പോയാൽ കുശുമ്പുണ്ടാക്കും, ചവിട്ടുണ്ടാക്കും, കുത്തുണ്ടാക്കും, പ്രശ്നമുണ്ടാക്കും, ബഹളമുണ്ടാക്കും. അത് ഇപ്പൊ ഈ ഭരണത്തിൽ ഇപ്പൊ UDF ഭരണം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രി ആയാലും കൊണ്ടു നടക്കാൻ വലിയ പാടായിരിക്കും. ഈ കുട്ടികളൊക്കെ മേച്ചോണ്ട് നടക്കണ്ടേ. 1, 2. പിന്നെ നമ്മുടെ ഡൽഹിയിൽ നിന്ന് മുഖ്യമന്ത്രി MP വരുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങേർക്ക് അവിടെ പിടിപ്പത് ജോലി ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അങ്ങേര് വരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാവും. കുറെ നാളായല്ലോ ഡൽഹിയിൽ ഇങ്ങനെ വേണുഗോപാൽ സാറ് ഇങ്ങനെ പ്രവർത്തിക്കണേ. അപ്പൊ അങ്ങേരെ വേണമെങ്കിൽ അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് രാജീവ് ഗാന്ധിക്ക് തോന്നുകയാണെങ്കിൽ ചിലപ്പോ മുഖ്യമന്ത്രിയായിട്ട് അങ്ങേര് വരും. എന്തായാലും എന്റെ ഒരു കാഴ്ചപ്പാടില് എന്റെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും അല്ലല്ലോ പ്രാധാന്യം. ഈ UDF തന്നെ ഭരണത്തിൽ വരണം എന്നാണ് പൊതുവെ ഒരു ജനങ്ങളുടെ ഒക്കെ ഒരു സംസാരം വരും എന്നുള്ളത്. നമ്മുടെ ഇഷ്ടം നോക്കിയിട്ടല്ല. അവര് വന്നാൽ തല്ലിടും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ കുട്ടികളൊക്കെ മരിക്കും. ആരായാലും മറ്റുള്ളവരെ മരിച്ചു കൊണ്ടുപോകണ്ടേ. അപ്പൊ രണ്ടാമനാവുമല്ലോ. ഒന്നാമൻ രണ്ടാമനാവും, രണ്ടാമൻ മൂന്നാമനാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സമയക്കുറവ് കൊണ്ടാണ്. അപ്പോൾ ഏതായാലും ഇത് കൊള്ളാം. അപ്പോൾ സുനിൽകുമാർ പറയാണ് മനു സാർ ഇന്ന് പുകഴ്ത്തലിൽ വീണു, അതുകൊണ്ട് ചിലപ്പോൾ പൊതുവേദിയുടെ സമയം നീട്ടുമെന്നാണ് പറയുന്നത്. നീട്ടിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്, പക്ഷേ അത് അങ്ങനെ എളുപ്പമല്ല. അപ്പോൾ ഞാൻ പുകഴ്ത്തലിൽ വീഴുന്ന ഒരാളാണെന്ന് ഞാൻ നേരത്തെ എന്നെ തുറന്ന് സമ്മതിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ സുനിമോൾ എന്നോട് പറയുന്നു യു ആർ ലുക്കിംഗ് സ്മാർട്ട്. അപ്പോൾ സുനിമോളിന് എനിക്ക് എല്ലാവിധ ആശംസകളും വളരെ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ശശിധരൻ പിള്ള എനിക്കൊരു ഉപദേശം തരികയാണ്. മുഖ്യമന്ത്രിയൊന്നും ആകണ്ട, പലരും വരും, ആ കുഴിയിൽ പോയി ചാടണ്ട, വേണമെങ്കിൽ ആ കിരൺ ബാബുവിനെ പിടിച്ച് മുഖ്യമന്ത്രി ആക്കിക്കോളാൻ. അപ്പം നമുക്ക് സ്ഥിരമായിട്ട് പൊതുവേദിയിൽ സംസാരിക്കാം. സ്ഥിരമായിട്ട് മനുവിനെ കാണാമല്ലോ എന്നാണ് പറയുന്നത്. അത് കൊള്ളാം. അപ്പോൾ പൊതുവേദിയിലെ പ്രേക്ഷകരെ വിട്ട് എന്തായാലും മുഖ്യമന്ത്രി ആകാൻ ഞാനില്ല. ശരി. അപ്പോൾ ഗ്ലാഡിയേറ്റർ പറയുന്ന ആന കറുത്തമുത്ത്. ഓക്കെ. ജയകുമാർ പറയുന്നു സുനിമോൾ പറയുന്നതിനോട് പിന്തുണയ്ക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ നല്ല കാണാൻ സുന്ദരനായ എന്നാണ് പറയുന്നത്. ഓക്കെ. സുനിൽകുമാർ പറയുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും UDF വന്നാൽ എല്ലാം കൊണ്ടും യോഗ്യൻ ചെന്നിത്തല തന്നെയെന്നാണ്. അപ്പോൾ പല ആളുകൾക്ക് പിന്തുണ കൊടുക്കുകയാണ്. എന്നോടൊപ്പം ശ്രീ ബാലചന്ദ്രൻ ചേരുന്നത് കൊല്ലത്താണ്. ശ്രീ ബാലേന്ദ്രൻ നമസ്കാരം. ശ്രീ ബാലേന്ദ്രൻ കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ സ്ഥിരമായി വിളിക്കുന്ന ബാലേന്ദ്രനാണോ പറയാൻ വേണ്ടി. കൊല്ലം പരവൂർ. ഓക്കെ. ശ്രീ ബാലേന്ദ്രന് എന്ത് തോന്നുന്നു? ഈ തർക്കം വലിയ വിവാദത്തിലേക്ക് എത്തുമോ ശ്രീ ബാലേന്ദ്രൻ? അതോ ഇത് പരിഹരിക്കാൻ കഴിയുന്നൊരു ചെറിയ തർക്കം മാത്രമാണോ? അല്ല, ഇത് ഒരു കാര്യമുണ്ട് സാറേ. പാണക്കാട് നിന്നും പെരുന്നയിൽ നിന്നും ആശീർവാദം ആര് നേടുന്നു അവർ കസേരയിലെത്തും. ഓഹോ. അപ്പോൾ ഇവരാരും ഇരുന്ന് ചാടിയിട്ട് കാര്യമില്ല. പാണക്കാടും പെരുന്നയും തീരുമാനിക്കണം കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആയിരുന്നു അല്ലേ? UDF ജയിക്കുകയാണെങ്കിൽ അവരാണ് വരാൻ സാധ്യത. അല്ലാതെ ഹൈക്കമാൻഡിനൊന്നും ഇതിനകത്ത് റോളില്ല. ഇവരെ അവസാനം കമാൻഡ് ഇവരിലെത്തും. ഇതാണ് ഹൈക്കമാൻഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പൊ AK നാരായണൻ എന്നോടൊപ്പം ചേരുന്നത് ചാലക്കുടി നിന്നാണ്. ശ്രീ AK നാരായണൻ. സാറേ, നാരായണൻ ചാലക്കുടി 73 വയസ്സുള്ള ആളാണ് ഞാൻ. 73 ഇയേഴ്സ്. അതെ അതെ. ഈ 70 രാഷ്ട്രീയക്കാരുടെ രാജ്യസ്നേഹം, ഉൾക്കട ദാഹം ഒക്കെ അറിയണമെങ്കിൽ ഈ മന്ത്രിമാരാവാൻ നിൽക്കുന്ന ഈ രാഷ്ട്രീയക്കാരുടെ MLA-മാരെ MP-മാരെ ആരൊക്കെ പട്ടാളത്തിലുണ്ടെന്ന് അന്വേഷിക്കുക. അപ്പോൾ അറിയാൻ പറ്റും ഇവരുടെ കറ കളഞ്ഞ രാഷ്ട്രീയം, രാജ്യസ്നേഹം, മനുഷ്യസ്നേഹം. വെറും പദവി, പണം അല്ലാതെ ഇതിനകത്ത് യാതൊരു ചിന്തയും അവർക്കില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ശ്രീ AK നാരായണനാണ് ചാലക്കുടിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. പ്രസന്നൻ ഉണ്ടായിരുന്നു. ശ്രീ AK നാരായണനും നമുക്കൊപ്പം ചേർന്നു. അപ്പോൾ എന്നോട് അർഹത ചെന്നിത്തലയ്ക്ക് തന്നെ എന്ന് സുനിൽ കുമാർ പറയുന്നു. മണിമലച്ചേട്ടൻ
സ്റ്റാൻഡിന് തെക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്, ഉടനെ എത്തിച്ചേരും എന്ന് കരുതുന്നു എന്നാണ് പറയുന്നത്. കാരണം സമയം ആയപ്പോൾ പിന്നെ നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമലയുടെ സമയമായി എന്നാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ കൃഷ്ണൻകുട്ടി മണിമല ഉണ്ടാവും, വരുമായിരിക്കും എന്നാണ് ഞാനും വിചാരിക്കുന്നത്. നോക്കാം, ഏതായാലും കുറച്ച് പ്രേക്ഷകർ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പിളി എന്നോട് പറഞ്ഞു, ഈ LDF വന്നാൽ ലോൺ എടുത്ത് സാലറി പെൻഷൻ എല്ലാം കൊടുക്കുമായിരിക്കും എന്നാണ് പറയുന്നത്. ബട്ട് UDF വന്നാൽ മുടങ്ങും. കർണാടകയിൽ സാലറി കൊടുത്തില്ല, മാർച്ച് മന്തിൽ കൊടുത്തിട്ടില്ല. പക്ഷേ അമ്പിളി ഒരു BJP സപ്പോർട്ടറാണെന്നും പറയുന്നു. മനു സാർ യു ആർ സൂപ്പർ എന്ന് പറയുന്നത്. എല്ലാവരും എന്നെ ഇന്ന് പുഴുത്തല കേട്ടോ. അപ്പോൾ JP നായർ ഉണ്ട് പൂജപ്പരയിൽ നിന്ന്. ശ്രീ JP നായർ, നമസ്കാരം. ശ്രീ JP നായർ, ഈ LDF എന്നൊക്കെ പറയുമ്പോ അവർക്കൊരു സ്റ്റാലിനിസ്റ്റ് രീതിയാണ്. സ്റ്റാലിനാണ് അല്ല, സ്റ്റാലിനിസ്റ്റ് രീതിയാണല്ലോ. അവരിപ്പോ പിണറായി അച്യുതാനന്ദനെ കാണിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ആ സമയം വന്നപ്പോ അദ്ദേഹം കയറി അങ്ങ് മുഖ്യമന്ത്രി ആകുകയാണ് ഉണ്ടായത്. ഇപ്പോഴാണെങ്കിൽ തന്നെ മറ്റുള്ളവർക്കൊക്കെ പ്രായപരിധിയും മറ്റ് നിബന്ധനകളൊക്കെ വരുമ്പോ എന്റെ തല എന്റെ മുഖം എന്നും പറഞ്ഞ് കേരളം മുഴുവൻ ഫ്ലെക്സ് വെച്ച് ഞാൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ LDF ഇപ്രാവശ്യം തോക്കും. പിന്നെ ഞാനൊരു BJP കാരനാണ്. ഞാൻ കോൺഗ്രസിനെ ഒരു പുകഴ്ത്തി പറയുകയൊന്നുമല്ല. ഇത് ജനാധിപത്യത്തിന്റെ ഒരു ഭംഗിയാണ്. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാവുക, അവസാനം ജനാധിപത്യപരമായ രീതിയിൽ MLA-മാരുടെ മനസ്സറിഞ്ഞ് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറയുന്നത്. അതിലൊരു തെറ്റൊന്നുമില്ല. പല ആളുകൾ അവരവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കട്ടെ. പൊതുവായ അഭിപ്രായം എന്താ വെച്ചാൽ അത് തിരഞ്ഞെടുക്കട്ടെ, അതാണ് നല്ലതെന്നാണ് ശ്രീ JP നായർ. അതെ, പിന്നെ എന്താ വെച്ചിട്ട് ഒരു ബഹളം ഇപ്പൊ ഒരു റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അങ്ങ് കലകുടയ്ക്കുക എന്ന് പറയുന്ന ഒരു ഏർപ്പാട്, അത് സാധാരണ ജനത്തിന് വളരെ അരോചകമായിട്ട് തോന്നുന്നു. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ ഈ 3 പേരിലെ ഇപ്പൊ അത് പിന്നെ സതീശനാണെങ്കിലും ചെന്നിത്തലയാണെങ്കിലും വേണുഗോപാലാണെങ്കിലും അവരൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് ഒരുപാട് ത്യാഗ ഒക്കെ അനുഭവിച്ച് മർദ്ദനമൊക്കെ അനുഭവിച്ച് നേതൃസ്ഥാനത്തെത്തിയവരാണ്. സംഭവിക്കാൻ പോകുന്ന ഇപ്പൊ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും താല്പര്യമുള്ള വ്യക്തി എന്ന് പറയുന്നത് KC തന്നെയാണ്. അപ്പോ ഒരു കോംപ്രമൈസിങ് കാൻഡിഡേറ്റ് ആയിട്ട് ഈ കുഡ് കം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഏതായാലും പൊതുവേദിക്കൊപ്പം ചേർന്നതിൽ സന്തോഷം. അപ്പോൾ ജോയ് മാത്യു എന്നോട് രാഘവ് ചദ്ദയും കൂട്ടരും ഒക്കെ BJPയിലേക്ക് പോയ കാര്യം പറയുന്നുണ്ട്. സുനിമോൾ പറയുന്നത് ഭരണം കൈവന്നാൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പ്രയാസമായിരിക്കും, ലീഗ് തർക്കമുണ്ടാക്കും, ലീഗ് ആദ്യം മുഖ്യമന്ത്രി പദം ഉന്നയിച്ചിട്ടില്ല എന്ന് എന്നോട് പറയുന്നു. ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് പിന്നെ ഷിജു ചോദിക്കുന്നത്. ഞാൻ ഈ ഓഫീസിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. മനു മുഖ്യമന്ത്രി, അപ്പോൾ അതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സെക്കൻഡ്, പലതും ജമ്പ് ചെയ്ത് പോകുന്നു. സുനിൽകുമാർ, സുനിമോളൊക്കെ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രീ KG കുമാർ കൊട്ടാരക്കരയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ KG കുമാർ, ചുരുങ്ങിയ വാക്കുകൾ. പിന്നെ എപ്പോഴും ഈ തമ്മിലടിയും കിടമത്സരവും സ്ഥിരമായിട്ട് ഉള്ളതാണ്. പക്ഷെ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കാണിച്ച അപ്പൊ ഈ വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് വന്ന് ഇവിടെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിക്ക് ബുദ്ധി ആര് പറഞ്ഞു കൊടുക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആള് മാറി ബുദ്ധി ഈ വേണുഗോപാൽ തന്നെ ബുദ്ധി പറഞ്ഞു കൊടുത്തെങ്കിൽ BJPക്ക് ഗുണം ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് എനിക്കിപ്പോ തോന്നുന്നതെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, കോൺഗ്രസിൽ പണ്ടേ ഉള്ള ഒരു ഇതുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഈ ശാസ്താംകോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ശാസ്താംകോട്ട. അവിടെ ഈ പിന്നെ പണ്ട് പോകുന്ന ആൾക്കാർ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ഒരു കപ്പലണ്ടി പൊതി ഇങ്ങനെ മേടിച്ചിട്ട് ഈ കുരങ്ങന്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുരങ്ങായിരിക്കും വന്ന് അത് എടുക്കുന്നത്. അത് എടുക്കുന്ന കുരങ്ങനെ ബാക്കി കുരങ്ങന്മാരെല്ലാം കൂടെ കടിക്കും. ഇത് കാണുമ്പോൾ ഈ കോൺഗ്രസിന്റെ ഇത് കാണുമ്പോൾ നമുക്ക് പണ്ടത്തെ ആ ഒരു സീൻ ഓർമ്മ വന്ന് പോവുകയാണ്. എന്തായാലും വളരെ മോശം. അവസാനം ഇത് അപ്പോൾ കൂടുതൽ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് നമുക്ക് പിന്നെ ഒരു ദിവസം കുറച്ചും കൂടെ വിശദമായി സംസാരിക്കാം. അപ്പോൾ മുഖ്യനെ പ്രഖ്യാപിച്ചാൽ അണികൾ കാലുവാരുമെന്ന് പ്രസന്നകുമാർ എന്നോട് പറയുന്നു. കൃഷ്ണൻകുട്ടി മണിമല ഉണ്ട് കേട്ടോ. AK കൃഷ്ണൻകുട്ടി പറയുന്നത് ഇന്നലെ ഒരു ഫ്യൂണറലിൽ പോയി, അപ്പോൾ ആരോ അവിടെ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൽ പങ്കെടുക്കേണ്ടത് കൊണ്ടാണ് പൊതുവേദിയിൽ വന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ മുരളീധരൻ നായർ MN എന്നോട് പറയുന്നത് മനുവിനോടൊരു ചോദ്യം, പൊതുവേദിക്ക് വിഷയം തീരുമാനിക്കുന്ന അവതാരകനാണോ? മിനിഞ്ഞാന്നും ഇന്നലെയുമുള്ള സംഘർഷം ഇന്നത്തെ സംവാദവും കണ്ട് ചോദിച്ചു പോയതാണ്. അല്ല, അങ്ങനെ ഏകാധിപത്യ രീതിയൊന്നും ഞങ്ങളിലില്ല. ഞങ്ങൾ ഉച്ചയാകുമ്പോൾ ഇവിടെ ഇരുന്ന ആളുകളെല്ലാവരും കൂട്ടായി ആലോചിക്കും എന്താണ് നമുക്കിന്ന് പൊതുവേദിക്കും മറ്റ് ഇതിലെല്ലാം ഇപ്പോൾ ഒരേ വിഷയം തന്നെ എല്ലാ ചർച്ചകളിലും വരാതിരിക്കാൻ വേണ്ടി മാറി മാറി വിഷയങ്ങളെടുക്കും.
അതിന് ഇങ്ങനെ കൂട്ടായി ചർച്ചയിലൂടെയാണ് അത് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ യൂട്യൂബിലും ഒക്കെ വരുന്ന ചില ആളുകളുടെ അഭിപ്രായങ്ങളും ഒക്കെ ചില തരത്തിൽ പരിശോധിക്കും. അപ്പോൾ കൂടുതൽ താല്പര്യം ആളുകൾക്ക് ഏത് വിഷയത്തോടാണ് എന്ന് നോക്കും. അങ്ങനെയൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഏകാധിപത്യ പ്രവണത നമുക്കില്ല. പൊതുവേദിയിൽ പ്രത്യേകിച്ച് ഏകാധിപതി പാടില്ല എന്ന നിലപാടാണ് നമുക്കുള്ളത്. അപ്പോൾ ശ്രീ മുരളീധരൻ എം എൻ നായരുടെ സംശയം തീർന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ജ്യോതി എന്നോട് പറയുന്നു RCയും വേണ്ട KCയും വേണ്ട VD മതി. VD സതീശിനപ്പോൾ നിറയെ പിന്തുണക്കാർ ഇതിലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ പേരാവൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഉണ്ണികൃഷ്ണൻ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആദ്യമായിട്ട് വിളിക്കുകയാണ്. അതെയോ, സന്തോഷം. അപ്പോൾ പേരാവൂരുകാരനാണ്. പേരാവൂരുകാരനാണ്. പേരാവൂർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ ഇത്തവണ വലിയ അട്ടിമറി എന്തെങ്കിലും നടക്കുമോ ശ്രീ ഉണ്ണികൃഷ്ണൻ? അട്ടിമറി സാധ്യത തള്ളിക്കളഞ്ഞൂടാ. കാരണം പൊതുവെ ജനവികാരം സണ്ണി ജോസഫിന് എതിരാണ്. ആണോ? ജയിച്ചാൽ തന്നെയും നേരിയൊരു ഭൂരിപക്ഷം മാത്രം. അപ്പം ഞാൻ വേറൊരു കൂടി ചോദിക്കട്ടെ. അപ്പം അങ്ങയുടെ MLA ആണല്ലോ, ഈ അങ്ങയുടെ MLA ആണ് KPCC പ്രസിഡന്റ്. ഇദ്ദേഹം പറയുന്നത് പാർട്ടി പ്രവർത്തകർ കേൾക്കുമോ 4-ാം തീയതി വരെ അടങ്ങിയിരിക്കാൻ? ഇവിടെ ഈ കോൺഗ്രസിലെ ഏറ്റവും താഴെ തട്ടിൽ വരെ തള്ളാണ്. ആ തള്ളു കാരണമാണ് കേരളത്തിൽ ഇങ്ങനെ കോൺഗ്രസ് നശിച്ചു പോയത്. എവിടെ എത്തേണ്ട പാർട്ടിയാണ്? ഇന്ത്യ ഭരിച്ച പാർട്ടിക്ക് ഇപ്പോൾ കേരളത്തിലൊരു മുഖ്യമന്ത്രി ആവുന്ന ഒരാള് അതിന് വരെ ഇവിടെ തല്ലാണ്. ആ തല്ല് അങ്ങോളം ഉണ്ടാവും. 5 വർഷം വരെ അഥവാ അധികാരത്തിലെത്തിയാൽ ഉണ്ടാവും. തല്ല് തുടരുമെന്നാണ് പറയുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഗാന്ധിസമാണ് ഇവരുടെ മുഖമുദ്രയെങ്കിലും അത് പരസ്പര ഈ ഗ്രൂപ്പിസമാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? റിട്ടയർഡ് ആണ്? ഞാൻ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലാണ്. ഹെൽത്ത് കെയർ ആണ്? BHMS കഴിഞ്ഞ വ്യക്തിയാണ്. ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ നാടിന് ഏറ്റവും അധികം സേവന മേഖലയാണ് അല്ലേ? തീർച്ചയായിട്ടും. 30 വർഷമായിട്ട് സേവനം ചെയ്യുന്നു, കഴിയുന്നു എന്ന് തന്നെ ഒരു വലിയ ഒരു അംഗീകാരം. പൊതുരംഗത്തുണ്ട്. അത് ശരി. പൊതുരംഗത്തുണ്ടെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വത്തിലുണ്ടോ? രാഷ്ട്രീയമല്ല, ഞാൻ അതിലുപരിയായിട്ടുള്ളൊരു ഇതാണ്. മനുഷ്യാവകാശ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ സന്തോഷം. നല്ലവര് ജയിച്ചു വരണം. കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് നമ്മുടെ കേരളം രക്ഷിക്കാനാണ്, അല്ലാണ്ട് പദവിയില് ഈ പ്രാധാന്യം കൊടുക്കാനല്ലല്ലോ. മുഖ്യമന്ത്രി ആര് എന്നുള്ള ജനങ്ങൾക്ക് വിഷയമല്ല. നല്ലൊരു ഭരണം കാഴ്ചവെക്കാനാണ് ഇവർ ശ്രമിക്കേണ്ടത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ ഉണ്ണികൃഷ്ണനായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഷിബുകുമാർ എന്നോടൊപ്പം ചേരുന്നത് നെടുമങ്ങാട് നിന്നാണ്. ശ്രീ ഷിബുകുമാർ. നമസ്കാരം സാർ. നമസ്കാരം. നെടുമങ്ങാടും വല്ല അട്ടിമറി നടക്കുമോ ഷിബുകുമാർ? അട്ടിമറി നടക്കുമോ എന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് LDF-ലേക്ക് പോയി. ഇപ്പോഴത്തെ നെടുമങ്ങാട് സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് LDF-ൽ നിന്നും വന്ന ആളാണ്. അങ്ങനെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ തമാശ. ഏതായാലും അത് തമാശയായിട്ട് പറഞ്ഞാലും വളരെ കാര്യഗൗരവമുള്ളൊരു കാര്യമാണ്. അത് ഗൗരവത്തോടെ പറഞ്ഞാലും അതൊരു തമാശയും കൂടിയാണ്. അപ്പൊ അങ്ങക്ക് ഈ അടിപിടി അവസാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതായത് ഈ ബഹളം അവസാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മെയ് 4 കൂടി ശാന്തമായി പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? പരിഹരിക്കപ്പെടാനാണ് സാധ്യത. കാരണം UDF-ന് ഇത് ഉറപ്പൊന്നുമില്ല ഭരണത്തിലെത്തുമെന്ന്. ഒരു വ്യക്തമായ ഒരു നേതൃത്വം ഇല്ല, ഒരു നിലപാടില്ല. അത് ഒരു നേതാക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു നേതാവിനെ മുൻനിർത്തി ഒരു ഇലക്ഷൻ നേരിട്ടിരുന്നെങ്കിൽ കുറച്ചൊക്കെ ഭാരം ഇപ്പൊ ഉണ്ടാവുമെങ്കിലും അതിനെ മറികടക്കുന്ന പിന്തുണ വേറെ ഭാഗത്തുനിന്ന് വരും. ശരി, വ്യക്തമാണ്. അതെ സാർ, അത് അവർ ചെയ്തില്ല. അപ്പോൾ എന്നോട് ഒരു ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ പ്രസന്നകുമാർ V പറയുന്നത് മുഖ്യൻ എന്ന മുൾക്കിരീടത്തിന് വേണ്ടി ഇത്രയും തർക്കിക്കണോ എന്നാണ് ചോദിക്കുന്നത്. മുൾക്കിരീടമാണത്. അപ്പോൾ ശ്രീ മഹി കിള്ളിപ്പാലത്ത് നിന്ന്, മഹി CPM-കാരനാണ്. ശ്രീ മഹി, ചുരുങ്ങിയ വാക്കുകളിൽ, സമയം കഴിയാറായി. മുഹമ്മദ് മഞ്ചേരി ഒന്ന് അന്വേഷിച്ചിട്ട് പറയണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ. പിന്നെ കാര്യത്തിൽ സാറേ, LDF എന്ന വീണ്ടും അധികാരത്തിൽ വരും. നേരത്തെ ചെങ്കതല്ല കേരളം ഭരിക്കും. ഒരു ശ്രമിക്കുന്നില്ല. ഈ മാല അടി വെക്കാൻ പിടിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. 4-ാം തീയതി സാറിനെ വിളിച്ച് പറയാം എത്ര സീറ്റ് കിട്ടി അധികാരത്തിൽ വേണമെന്ന് സാറിനെ വിളിച്ച് പറയാം. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ സമയം അതിക്രമിച്ചത് കൊണ്ടാണ്. ഇടതായാലും വലുതായാലും കുഞ്ഞാപ്പ് ഉപമുഖ്യമന്ത്രി തന്നെയെന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. പണിയെടുത്ത് ആർക്കും ഭൂരിപക്ഷം കിട്ടില്ലെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് സുനിമോൾ പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വിഷയം പ്രേക്ഷകരോടൊപ്പം യൂട്യൂബിലും ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ
ഞാൻ ചോദിച്ചു KPCC നിർദ്ദേശം പാർട്ടി നേതാക്കൾ അംഗീകരിക്കുമോ അനുസരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ 46% ആളുകൾ ഇത് അംഗീകരിക്കും, ഇതൊന്നും വലിയ തർക്കമില്ലാതെ പരിഹരിക്കും എന്ന നിലപാടാണ്. പക്ഷേ 54% ആളുകൾ അതിനെ എതിർക്കുന്നു. അപ്പോൾ ഏതായാലും 4-ാം തീയതി അന്തിമ ഫലം അറിയാം എന്നാണ് പൊതുവെ ആളുകൾ എന്നോട് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ രാജ്യം ഏത് തരത്തിലുള്ള ഒരു ഭരണാധികാരിയാണ് ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്തത് നമ്മൾ ഓർക്കേണ്ടത് അധികാര കസേരകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലൂടെയല്ല. അത് ഈ സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളായ മഹത്തായ ബലിദാനികളുടെയൊക്കെ ഒരു വിയർപ്പിൻ്റെ ഫലമായാണ് സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അവർക്ക് മുന്നിൽ വ്യക്തിപരമായ പദവികൾ ഉണ്ടായിരുന്നില്ല, അതിനേക്കാൾ വലുതായിരുന്നു രാജ്യത്തിൻ്റെ താല്പര്യം. പദവികൾക്കായുള്ള മോഹമല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം നടത്താനുള്ള ഒരു മനോഭാവമാണ് അവരെ ഈ ദൗത്യത്തിനൊക്കെ പ്രേരിപ്പിച്ചത്. ആ ദൗത്യബോധമാണ് ഇന്നും നമ്മെ നയിക്കേണ്ടത്. പദവികളല്ല, ജനസേവനമാണ് പ്രധാന ലക്ഷ്യം. അധികാരം നേടുന്നതല്ല കാര്യം, അധികാരത്തിൽ തനിക്ക് തുടരാൻ അർഹതയുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് യഥാർത്ഥ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നേട്ടമായി കണക്കാക്കേണ്ടത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.